Dear brothers, I am happy to share God's word with you പ്രിയ this evening. പ്രിയ സഹോദരന്മാരെ, ഈ വൈകുന്നേരം നിങ്ങളോട് വചനം പങ്കുവയ്ക്കുവാൻ ഞാൻ സന്തോഷമുള്ളവനാണ്. I feel that speaking to elders is to my heart more important than speaking to the people. എനിക്ക് തോന്നുന്നത് എൻ്റെ ഹൃദയത്തിൽ മൂപ്പന്മാരോട് സംസാരിക്കുന്നത് കൂടുതൽ പ്രധാനപ്പെട്ടതാണ് ആളുകളോട് സംസാരിക്കുന്നതിനേക്കാൾ. Because if I can train my children correctly, they will train my grandchildren properly. അതിന്റെ കാരണം ഞാൻ എൻ്റെ മക്കളെ ശരിയായ രീതിയിൽ പരിശീലിപ്പിച്ചാൽ അവര് എൻ്റെ ചെറുമക്കളെ നല്ല രീതിയിൽ അവരും പരിശീലിപ്പിച്ചുകൊള്ളും. So if my grandchildren go astray, I must ask myself, did I train my children properly? അപ്പോ എൻ്റെ ചെറുമക്കൾ അവര് വഴിതെറ്റി പോവുകയാണെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ടത്, ഞാൻ എൻ്റെ മക്കളെ ശരിയായ രീതിയിൽ പരിശീലിപ്പിച്ചതാണോ എന്ന്. So I want to share a few important things with you this evening. ഈ വൈകുന്നേരം നിങ്ങളോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Distinctive features of the New Testament which are not found in the Old Testament. പഴയ നിയമത്തിൽ കാണാത്ത, പുതിയ നിയമത്തിൽ മാത്രം കാണുന്ന പ്രത്യേക ചില കാര്യങ്ങൾ. It's very easy for some of us to descend to the level of Old Testament believers. നമുക്ക് പഴയ നിയമ വിശ്വാസികളുടെ ആ നിലവാരത്തിലേക്ക് താഴ്ന്നു പോകാൻ വളരെ എളുപ്പമാണ്. But we don't realize it sometimes. ചിലപ്പോഴൊക്കെ നമ്മളത് തിരിച്ചറിയുക പോലുമില്ല. Look at it from a human standpoint. മാനുഷികമായ തലത്തിൽ നിന്നുകൊണ്ട് നോക്കുകയാണെങ്കിൽ, today all of you have got electricity in your house. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ഉണ്ട്, ഇലക്ട്രിക് കറണ്ട് ഉണ്ട്. And most of you will have a tap from which water comes. നിങ്ങൾ മിക്കവർക്കും വെള്ളം ഒഴുകി വരുന്ന ഒരു ടാപ്പ് ഉണ്ട്. But think if these things were not there in your house today. എന്നാൽ if these things are not in your house today. എന്നാൽ ഇതൊന്നും നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക. Supposing you have to light a lamp every day in your house. നിങ്ങൾക്ക് എല്ലാ ദിവസവും വീട്ടിൽ ഒരു വിളക്ക് തെളിക്കേണ്ടതായിട്ട് വരുന്നു എന്ന് ചിന്തിക്കുക. Or you have to go to the well every day to get water. അല്ലെങ്കിൽ എല്ലാ ദിവസവും കിണറിൽ പോയി വെള്ളം കോരിയെടുക്കണമെന്നും ചിന്തിക്കുക. We would not want that. നിങ്ങൾക്കത് ഇഷ്ടമുണ്ടാകുകയില്ല. We are so happy to have electricity and all the conveniences of the modern age. നിങ്ങൾക്ക് വൈദ്യുതിയും ഈ പുതിയ യുഗത്തിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നതിൽ നിങ്ങൾ സന്തുഷ്ടരാണ്. We can today travel by motorcycle, car, bus, everything. In the olden days they had to walk. ഇന്നത്തെ കാലത്ത് നമുക്ക് മോട്ടോർ സൈക്കിളിലോ കാറിലോ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യാം. പഴയ കാലത്ത് നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. Jesus would take so many days to travel from his house in Capernaum to go to Jerusalem. യേശുവിന് കഫർനൗമിലുള്ള വീട്ടിൽ നിന്നും യെരുശലേമിലേക്ക് പോകുന്നതിന് പല ദിവസങ്ങൾ എടുത്തിരുന്നു. So many areas our life has become so much easier. പല മേഖലകളിലും നമ്മുടെ ജീവിതം വളരെ സൗകര്യപ്രദമായി തീർന്നു. And none of us want to go back to that old standard of life people had 2000 years ago. 2000 വർഷം മുമ്പ് ആളുകൾക്കുണ്ടായിരുന്ന പഴയ ആ ജീവിത നിലവാരത്തിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് ആർക്കും ആഗ്രഹമില്ല. In the physical realm. ഭൗതികമായിട്ടുള്ള തലത്തിൽ. But spiritually, I have found most believers, born again believers, are living in an old age, not in the current age. എന്നാൽ ആത്മീയ തലത്തിൽ ഞാൻ കണ്ടെത്തിയത് വളരെയധികം വീണ്ടും ജനിച്ച വിശ്വാസികൾ പഴയ കാലത്താണ്, പഴയ നിയമകാലത്താണ് ജീവിക്കുന്നത്. It's like if you go to somebody's house and says, no, I've got electricity switches here, but I still light a lamp. അത് ഇങ്ങനെ ആണ്. ചില വീട്ടിൽ പോകുമ്പോൾ അവിടെ വിളക്ക് കാണുന്നു, സ്വിച്ച് ഒക്കെ ഉണ്ട്, എന്നാൽ എനിക്ക് വിളക്കാണ് ഇഷ്ടം എന്ന് പറയുന്നത്. You light a lamp every day or a candle. നിങ്ങൾ എല്ലാ ദിവസവും ഒരു മെഴുകുതിരിയോ വിളക്കോ കത്തിക്കുന്നു. The switch for the light is there, the connection is there. എന്നാൽ ആ
വൈദ്യുതിയുടെ കണക്ഷൻ അവിടെ ഉണ്ട്. So you'd ask him, why you want to light a candle when you got an electric switch here? Light. നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു മെഴുകുതിരി കത്തിക്കുന്നത് ഇവിടെ വൈദ്യുതി ഉള്ളപ്പോൾ? And I say, when you have a tap in your kitchen, why you want to go to the well to draw water? നിങ്ങളുടെ അടുക്കളയിൽ ഒരു ടാപ്പ് ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് കിണറിൽ പോയി വെള്ളം കോരിക്കൊണ്ടുവരുന്നത്? That's exactly how I see so many believers, even some of our brothers and elders. ഇങ്ങനെയാണ് ധാരാളം ക്രിസ്ത്യാനികൾ വിശ്വാസികളും നമ്മുടെ ചില സഹോദരന്മാരോ മൂപ്പന്മാരും പോലും. So whether you are like that, I don't know. You have to examine yourself. നിങ്ങൾ അങ്ങനെയുള്ളവരാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ തന്നെ അത് പരിശോധിക്കേണ്ടതാണ്. But there is a fundamental difference between old covenant life and new covenant life. എന്നാൽ പഴയ നിയമ ജീവിതവും പുതിയ നിയമ ജീവിതവും തമ്മിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വ്യത്യാസമുണ്ട്. And if the elders are living an old covenant life, they cannot lead others to a new covenant life. മൂപ്പന്മാർ പഴയ നിയമ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ അവർക്ക് പുതിയ നിയമ ജീവിതത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുവാൻ കഴിയുകയില്ല. That's the main thing you have to ask yourself and honestly reply, am I living in the old covenant or the new covenant? അതാണ് നിങ്ങളോട് തന്നെ ചോദിച്ച് സത്യസന്ധമായിട്ട് ഉത്തരം പറയേണ്ട കാര്യം. ഞാൻ പുതിയ നിയമത്തിലാണോ പഴയ നിയമത്തിലാണോ ജീവിക്കുന്നതെന്ന്. By words we can say talk about new covenant. വാക്കുകൾ കൊണ്ട് ഞാൻ പുതിയ നിയമത്തെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് പറയാം. But you alone know whether you're living in the old covenant or new covenant. എന്നാൽ നിങ്ങൾക്ക് മാത്രമേ അത് അറിയാൻ കഴിയുകയുള്ളൂ നിങ്ങൾ പുതിയ നിയമത്തിലാണോ പഴയ നിയമത്തിലാണോ ജീവിക്കുന്നതെന്ന്. Your wife will probably know. നിങ്ങളുടെ ഭാര്യയ്ക്കും ഒരുപക്ഷെ അറിയാമായിരിക്കാം. But she sees how you live at home. കാരണം അവൾ നിങ്ങൾ വീട്ടിൽ ജീവിക്കുന്നത് കാണുന്നുണ്ട്. How you behave, how you speak. നിങ്ങൾ പെരുമാറുന്നതും സംസാരിക്കുന്നതും ഒക്കെ. People in your church may never know. നിങ്ങളുടെ സഭയിലുള്ള ആളുകൾക്കും ഒരിക്കലും അത് കണ്ടെത്താൻ കഴിയില്ല. Because you may be very careful when you're in the midst of them. നിങ്ങൾ അവരുടെ മധ്യത്തിലായിരിക്കുമ്പോൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കാം. But the Christian life, the real Christian life is consistent. I'm exactly the same at home as I'm in the church or in the office or in the bus or when I travel or anywhere. എന്നാൽ യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം അത് എല്ലായിടത്തും ഒരുപോലെയാണ്. ഞാൻ വീട്ടിലായിരിക്കുമ്പോഴോ ജോലി സ്ഥലത്തായിരിക്കുമ്പോഴോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ എവിടെ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിരിക്കും. If you're a different person in the church and a different person in your home or a different person in the office, then you're a hypocrite. നിങ്ങൾ വീട്ടിൽ ഒരു വ്യക്തി, സഭയിൽ ഒരു വ്യക്തി, ജോലി സ്ഥലത്ത് മറ്റൊരു വ്യക്തി, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു കപടഭക്തനാണ്. The word hypocrite is actually a Greek word which means actor. കപടഭക്തൻ എന്നുള്ളത് അത് ഹിപ്പോക്രൈറ്റ് എന്ന വാക്ക്, അത് ഗ്രീക്ക് വാക്കാണ്. അതിന്റെ അർത്ഥം അഭിനേതാവ് എന്നാണ്. Like somebody acts in the movies like a very holy man, but in private life he is a drunkard and a gambler. ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളുകൾ അവര് നല്ല വ്യക്തിയായിട്ട് അവിടെ അഭിനയിക്കുന്നു, എന്നാൽ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ വളരെ മോശമായിട്ട് ജീവിക്കുന്നു. Now, many Christians are like that, many elders are like that. പല ക്രിസ്ത്യാനികളും അങ്ങനെയാണ്, പല മൂപ്പന്മാരും അങ്ങനെയാണ്. If someone could come and live with us in our home, ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുകയാണെങ്കിൽ we'll behave properly when they are living with us. അവര് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശരിയായ രീതിയിൽ പെരുമാറും. But if somebody could secretly observe how you're living at home, എന്നാൽ ആർക്കെങ്കിലും നിങ്ങൾ എങ്ങനെ വീട്ടിൽ ജീവിക്കുന്നു എന്നുള്ളത് രഹസ്യമായിട്ട് നിരീക്ഷിക്കുവാൻ കഴിയുകയാണെങ്കിൽ, like these people keep hidden video cameras in the roads to see who all are violating the traffic rules. ഈ ഗതാഗത നിയമങ്ങൾ ആരൊക്കെ തെറ്റിക്കുന്നു എന്ന് കണ്ടെത്താൻ വേണ്ടി പോലീസ് വഴിയിൽ മറഞ്ഞിരിക്കുന്ന ക്യാമറകൾ ഘടിപ്പിക്കുന്നത് പോലെ. Supposing there were a hidden video camera in your house, nobody knows about it. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ആരും അറിയാത്ത ഒരു മറഞ്ഞിരിക്കുന്ന വീഡിയോ ക്യാമറ ഉണ്ടെന്ന് ചിന്തിക്കുക. And people are observing how you live at home. ആളുകൾ നിങ്ങൾ എങ്ങനെ വീട്ടിൽ ജീവിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. Will they get a different opinion about you than what they see you in church?
നിങ്ങളെ സഭയിൽ അവർ കാണുന്നതിനേക്കാൾ വ്യത്യാസമുള്ള ഒരു അഭിപ്രായമായിരിക്കുമോ അവർക്ക് അവിടെ വെച്ചുണ്ടായിരിക്കുന്നത്? That is what I ask myself. ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന കാര്യമാണ്. I must not have a double life. എനിക്ക് ഒരു ഇരട്ട ജീവിതം ഉണ്ടായിരിക്കാൻ പാടില്ല. One life at home and another life in the church. സഭയിൽ ഒരു ജീവിതം, വീട്ടിൽ മറ്റൊരു ജീവിതം. Or one life in the office or where I work, another life in the church. ഞാൻ ജോലി സ്ഥലത്ത് ഒരു ജീവിതം, സഭയിൽ മറ്റൊരു ജീവിതം. Then I am an actor or a hypocrite. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കപടഭക്തനാണ്, ഞാൻ ഒരു അഭിനേതാവാണ്. Now in the Old Testament, you hardly read the word hypocrite. Sorry, brother. In the Old Testament, you hardly read the word hypocrite. പഴയ നിയമത്തിൽ കപടഭക്തൻ എന്നുള്ള ഒരു വാക്ക് നിങ്ങൾ കാണാറില്ല സാധാരണ. In the New Testament, Jesus spoke about it all the time. എന്നാൽ പുതിയ നിയമത്തിൽ യേശു എപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. That's what he accused the Pharisees of. They were hypocrites. യേശു പരീശന്മാരെ കുറ്റപ്പെടുത്തിയത് നിങ്ങൾ കപടഭക്തന്മാരെന്നായിരുന്നു. So if you read the Old Testament and contrast the New Testament, you see some unique truths in the New Testament which are not found in the Old Testament. നിങ്ങൾ പുതിയ നിയമവും പഴയ നിയമവും തമ്മിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ വളരെ പുതിയ നിയമത്തിൽ മാത്രം കാണുന്ന ചില സത്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. So in that connection, let me say, one of the first things you need to be an effective servant of God is to carefully study the Bible. ആ ബന്ധത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആദ്യമായിട്ട് ഉള്ള കാര്യം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ദൈവദാസനായിരിക്കുവാൻ വേണ്ട ഒരു കാര്യം വളരെ ശ്രദ്ധയോടെ ബൈബിൾ പഠിക്കണം എന്നുള്ളതാണ്. In your spare time, you should be studying the Bible, not wasting time like other people do. നിങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ നിങ്ങൾ ബൈബിൾ പഠിക്കുന്നവരായിരിക്കണം, മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ അത് സമയം പാഴാക്കുന്നവരായിരിക്കും. Just like worldly people love to go to the cinema, you must love to go to the Bible. ലോകത്തിലെ ആളുകൾക്ക് സിനിമയ്ക്ക് പോകാനായിട്ട് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ബൈബിളിലേക്ക് പോകാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരിക്കണം. If they can spend 3 hours in a cinema, I should love to spend 3 hours with the Bible. അവർക്ക് 3 മണിക്കൂർ ഒരു സിനിമ കാണുവാനായിട്ട് അവര് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഞാൻ ബൈബിളുമായിട്ട് 3 മണിക്കൂർ ചെലവഴിക്കാൻ ഇഷ്ടപ്പെടേണ്ടവനാണ്. So here's one of the very big differences between Old Testament and New Testament. ഇതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വളരെ വലിയൊരു വ്യത്യാസം. One of them, അതിലൊന്ന് faith. വിശ്വാസം. Faith is almost not mentioned in the Old Testament. വിശ്വാസം എന്നുള്ളത് പഴയ നിയമത്തിൽ പരാമർശിച്ചിട്ട് പോലും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. But in the New Testament, it is given so much emphasis that he says, without faith, it is impossible to please God. എന്നാൽ പുതിയ നിയമത്തിൽ അതിനെ അത്രമാത്രം ഊന്നി പറഞ്ഞിരിക്കുന്നു, വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. Do you all know that verse, Hebrews 11:6? നിങ്ങൾക്ക് എല്ലാവർക്കും ആ വാക്യം അറിയാമല്ലോ, ഹെബ്രായർ 11:6. There is something which is impossible. അസാധ്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. What is impossible? എന്താണ് അസാധ്യമായിട്ടുള്ളത്? Any time in your life, if you don't have faith, it is impossible to please God. ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് വിശ്വാസമില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. So if that is the case, I must really try to understand what faith is. അങ്ങനെയാണെങ്കിൽ വിശ്വാസം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുവാൻ ശരിക്കും പ്രയത്നിക്കണം. For many years in my life, I thought as a young Christian, faith was just believing certain things in my mind. എന്റെ ജീവിതത്തിൽ പല വർഷങ്ങൾ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ക്രിസ്ത്യാനി എന്ന നിലയിൽ ആയിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചത് വിശ്വാസം എന്നാൽ എന്റെ മനസ്സിൽ ചില കാര്യങ്ങൾ അത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണെന്ന്. When I was born again, the only assembly I could go to when I was in the Navy was a Brethren assembly. ഞാൻ വീണ്ടും ജനിച്ച സമയത്ത്, ഞാൻ നേവിയിലായിരുന്ന സമയത്ത് എനിക്ക് പോകാൻ കഴിഞ്ഞിരുന്ന ഒരേ ഒരു കൂട്ടായ്മ അത് ബ്രദറൻ അസംബ്ലി ആയിരുന്നു. And they had a great emphasis on studying the Bible. അവർക്ക് ദൈവവചനം പഠിക്കുന്നതിന് വളരെ വലിയൊരു ഊന്നലുണ്ടായിരുന്നു. But zero emphasis on faith. എന്നാൽ വിശ്വാസത്തെക്കുറിച്ച് 0 ഊന്നലായിരുന്നു ഉണ്ടായിരുന്നത്. It was only an intellectual faith that Jesus died for my sins. അവർക്ക്
ബുദ്ധിപരമായിട്ടുള്ള ഒരു വിശ്വാസമായിരുന്നു യേശു എന്റെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത്. But that was the best church I could go to, so I kept going there. I was a young Christian. എന്നാൽ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ക്രിസ്ത്യാനി എന്ന നിലയിൽ എനിക്ക് പോകാൻ കഴിയുമായിരുന്ന ഏറ്റവും മികച്ച സഭ അതായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ പോയിക്കൊണ്ടിരുന്നു. Then I tried the Pentecostal church for 1 or 2 days and I gave up. I didn't want that. അതിനുശേഷം ഞാൻ പെന്തക്കോസ്ത് സഭയിൽ 1-2 പ്രാവശ്യം പോയി. എന്നാൽ അത് ഞാൻ നിർത്തി. അവിടെ എനിക്ക് Well, വേണ്ട. I found that it was not real. A lot of it was just pretending. ഞാൻ കണ്ടെത്തിയത് അത് യഥാർത്ഥമല്ല, അതിന്റെ മിക്കതും തന്നെ അഭിനയമാണെന്ന്. Pretending to be filled with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്ന് അഭിനയിക്കുന്നു. And thinking that noise is the evidence of being filled with the Holy Spirit. അതുപോലെ ശബ്ദം പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ഒരു അടയാളമാണെന്ന് ഉള്ള ചിന്ത. I read that Jesus raised his voice only once. ഞാൻ വായിക്കുന്നത് യേശു ഒരിക്കൽ മാത്രമേ തന്റെ ശബ്ദം ഉയർത്തിയിട്ടുള്ളൂ. And that is in John 7:37 where he talked about being filled with the Holy Spirit. അത് യോഹന്നാൻ 7:37 പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്. And that's very important. അത് വളരെ പ്രധാനപ്പെട്ട ഇതാണ്. But otherwise the Bible says he would not raise his voice. അല്ലാത്ത സമയത്തൊക്കെ ബൈബിളിൽ യേശു തന്റെ ശബ്ദം ഉയർത്തുകയില്ല. It even says that his voice will not be heard in the street when he is speaking in the house. അത് ഇങ്ങനെയും പറയുന്നുണ്ട്, താൻ വീട്ടിൽ സംസാരിക്കുമ്പോൾ തന്റെ ശബ്ദം തെരുവിൽ കേൾക്കുകയില്ല എന്ന്. Have you read that verse in Matthew 12 verse 19? മത്തായി 12:19 ആ വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? Matthew 12:19 says, മത്തായി 12:19 പറയുന്നത്, last part, nor will anybody hear his voice in the street. ആരും തെരുവുകളിൽ അവന്റെ ശബ്ദം കേൾക്കുകയില്ല. What does that mean? He was always preaching in the streets. What does that mean? യേശു എപ്പോഴും തെരുവുകളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ അർത്ഥം എന്താണെന്നാൽ, it means when he was preaching in the house, he was not shouting so loud that outside on the street people could hear him. അതിന്റെ അർത്ഥം യേശു വീട്ടിൽ ഇരുന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അത്ര ഉച്ചത്തിലായിരിക്കില്ല ആളുകൾ തെരുവിൽ നിന്ന് കേൾക്കാൻ പാകത്തിന്. He spoke very gently. വളരെ മൃദുവായിട്ടാണ് യേശു സംസാരിച്ചിരുന്നത്. For him, the power of the Holy Spirit was not shouting and raising the voice. യേശുവിനെ സംബന്ധിച്ചും പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നാൽ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുക എന്നാളായിരുന്നില്ല. It was a quiet power that went straight, convicting people's hearts. എന്നാൽ അത് നിശബ്ദമായിട്ടുള്ള ശക്തി അത് നേരിട്ട് ആളുകളുടെ ഹൃദയത്തിൽ പോയി അവർക്ക് ബോധ്യങ്ങൾ നൽകി. What is faith, which is so necessary that it is impossible to please God without it? ദൈവത്തെ അതില്ലാതെ പ്രസാദിപ്പിക്കുവാൻ അസാധ്യമാണെന്ന് പറയാൻ മാത്രം എന്താണ് വിശ്വാസത്തിന്റെ പ്രാധാന്യം? Nobody explained it to me when I was a young Christian. ഞാനൊരു ചെറുപ്പക്കാരനായിട്ടുള്ള ക്രിസ്ത്യാനിയായിരുന്നപ്പോൾ ആരും എന്നോടത് വിവരിച്ചു പറഞ്ഞില്ല. Many of you have been believers for many years. If somebody asks you to define faith, how will you explain it? നിങ്ങൾ പലരും പല വർഷങ്ങളായിട്ട് വിശ്വാസികളായിട്ടായിരിക്കുന്നല്ലോ. നിങ്ങളോട് വിശ്വാസത്തെക്കുറിച്ച് വിശദീകരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അത് എങ്ങനെ പറയും? I could not define it for many years after I was born again. ഞാൻ വീണ്ടും ജനിച്ച് പല വർഷങ്ങളോളം എനിക്ക് അതിനെ നിർവചിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. And I did not experience it either. ഞാൻ അത് അനുഭവിക്കുകയും ചെയ്തിരുന്നില്ല. I had an intellectual faith. Jesus died for my sins. I believe that. Thank you, Lord. എനിക്ക് ബുദ്ധിപരമായിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അതിന് കർത്താവിന് നന്ദി. And it was a very weak faith, like one drop of water. അത് വളരെ ബലഹീനമായിട്ടുള്ള ഒരു തുള്ളി വെള്ളം പോലെയുള്ള ഒരു കാര്യമായിരുന്നു. And I struggled through years to understand what faith was. ഞാൻ വർഷങ്ങളെടുത്ത് വിശ്വാസം എന്നതും എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ വളരെയധികം പരിശ്രമിച്ചു. You know, in the same verse, Hebrews 11:6, it says, it is impossible to please God without faith. ഇതേ വാക്യത്തിൽ എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞ വാക്യത്തിൽ എബ്രായർ 11:6. It also goes on to say, but God will reward those who diligently seek him. അവിടെ തുടർന്ന് പറയുന്നുണ്ട്, ദൈവത്തിന്റെ
തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനാണ് ദൈവം. That means if you seek God wholeheartedly, He will reveal to you what faith is. അതിന്റെ അർത്ഥം നാം പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുകയാണെങ്കിൽ വിശ്വാസം എന്താണെന്ന് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. So when you read verse 6 as one verse, he's contrasting, he's showing that faith, when a person has faith, he seeks God diligently. എബ്രായർ 11:6 വാക്യം മുഴുവൻ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഒരു വ്യക്തി ദൈവത്തെ യഥാർത്ഥത്തിൽ അന്വേഷിക്കുകയാണെങ്കിൽ അവന് വിശ്വാസം എന്താണെന്ന് ദൈവം കാണിച്ചു കൊടുക്കുമെന്നാണ്. See, read verse 6 as one single subject. ഒരു വിഷയമായിട്ട് ഈ എബ്രായർ 11:6 വാക്യം വായിക്കുക. He's talking about faith. വിശ്വാസത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. Without faith, it is impossible to please God. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. And then he explains faith. അതിനുശേഷം കർത്താവ് അത് വിശദീകരിക്കുന്നു. You must believe that God rewards those who diligently seek Him. തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു ദൈവം പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കണം. And I believe that verse means wholeheartedly seeking God. ഞാൻ വിശ്വസിക്കുന്നത് ആ വാക്യം പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നതാണ്. You know, the Lord says, you will seek me and find me when you search for me with all your heart. കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. Jeremiah 29 verse 13, very important verse. യിരെമ്യാവ് 29:13 വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. He's talking about how to pray. അത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന വാക്യമാണ്. I am convinced that the prayer of most believers is not answered. എനിക്ക് ഉറപ്പാണ് മിക്കവാറും വിശ്വാസികളുടെയും പ്രാർത്ഥന അതിന് ഉത്തരം ലഭിക്കുന്നില്ല. I'm not talking about petty things like praying for healing or money or something like that. ചെറിയ കാര്യങ്ങൾ സൗഖ്യത്തിന് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. I'm talking about prayer to build the church. ഞാൻ സംസാരിക്കുന്നത് സഭ പണിയുന്നതിനെ കുറിച്ചുള്ള പ്രാർത്ഥനയാണ്. Prayer to be filled with the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടേണ്ടതിന് വേണ്ടിയുള്ള പ്രാർത്ഥന. And prayer that God will give me a word from heaven in my mouth. ദൈവം സ്വർഗത്തിൽ നിന്നും എന്റെ വായിൽ ഒരു വാക്കുകൾ തരേണ്ടതിനുള്ള പ്രാർത്ഥന. That type of prayer, it says in Jeremiah 29 verse 12, then you will call upon me, pray for me, and I listen to you. അങ്ങനെയുള്ള പ്രാർത്ഥനയെ കുറിച്ചാണ് യിരെമ്യാവ് 29:12 വാക്യത്തിൽ പറയുന്നത്. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എന്റെ സന്നിധിയിൽ നിന്നും പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. But verse 13, it will only be when you search for me with all your heart. നിങ്ങൾ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. Then it says in verse 14, I'll be found by you. അതിനുശേഷം 14 വാക്യത്തിൽ നിങ്ങൾ എന്നെ കണ്ടെത്തും എന്ന് പറയുന്നു. So, if we don't seek God wholeheartedly, we're not going to get many answers in Scripture. നിങ്ങൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നില്ലെങ്കിൽ ഈ ദൈവവചനത്തിൽ നിന്നും ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. My clearest understanding of faith is from John 15 and verse 5. എന്റെ വിശ്വാസത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയത് യോഹന്നാൻ 15:5 വാക്യത്തിൽ നിന്നാണ്. I am the vine, you are the branches. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. So I see that faith is not just something I believe in my head. ഞാൻ എന്റെ തലയിൽ ചിന്തിക്കുന്ന വിശ്വസിക്കുന്ന ഒരു കാര്യമല്ല വിശ്വാസം. I believe 2 + 2 is 4. It's got nothing to do with my heart. It's only got to do with my head. 2 2 4 എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെന്റെ ഹൃദയവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. അതെന്റെ തലയുമായിട്ട് മാത്രമേ കാര്യമുള്ളൂ. But to believe that Christ died for my sins in my head will still send me to hell. ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് എന്റെ തലയിൽ വിശ്വസിക്കുകയാണെങ്കിൽ അത് അപ്പോഴും എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകും. That is why 90% of Christians are going to hell. അതുകൊണ്ടാണ് 90% ക്രിസ്ത്യാനികളും നരകത്തിലേക്ക് പോകുന്നത്. They believe in their head that Christ died for their sins. അവര് ക്രിസ്തു അവരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് അവരുടെ തലയിലാണ് വിശ്വസിക്കുന്നത്. But it has to sink into the heart. എന്നാൽ അത് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങണം.
And you know it has sunk into the heart when you become like a branch in a tree. അത് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയെന്ന് നിങ്ങൾ അറിയുന്നത് നിങ്ങൾ ഒരു മരത്തിന്റെ കൊമ്പായി തീരുമ്പോഴാണ്. See, Jesus said in John 15:5, യേശു യോഹന്നാൻ 15:5 പറയുന്നത് കാണുക. without me you can do nothing. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. So I interpret that verse as everything I do without seeking the Lord's help is actually zero. ആ വാക്യത്തെ ഞാൻ ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഞാൻ കർത്താവിനെ കൂടാതെ ചെയ്യുന്ന എല്ലാം അത് പൂജ്യമാണ്. You get up to preach the word of God without total dependence on the Lord, your sermon is worth zero. നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ദൈവത്തെ സേവിക്കുകയും ദൈവത്തോടുള്ള കർത്താവിൽ ആശ്രയിക്കാതെ നിങ്ങൾ കർത്താവിനെ സേവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് പൂജ്യമായിരിക്കും. You get up to preach a sermon നിങ്ങൾ ഒരു പ്രസംഗിക്കുവാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു. and you depend on your cleverness, നിങ്ങളുടെ ബുദ്ധിയിൽ ആശ്രയിക്കുന്നു. or you depend on how you have prepared everything, നിങ്ങൾ എല്ലാ കാര്യങ്ങളും തയ്യാറായി എടുത്തതിൽ നിങ്ങൾ ആശ്രയിക്കുന്നു. and you depend on the notes you have written, നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ആ നോട്ടിൽ നിങ്ങൾ ആശ്രയിക്കുന്നു. your sermon will amount to zero, നിങ്ങളുടെ ആ പ്രസംഗം അത് പൂജ്യമായിരിക്കും. because it is not, you're not in helpless dependence upon God while preaching your sermon. കാരണം നിങ്ങൾ ദൈവത്തിൽ നിസ്സഹായതയോടെയുള്ള ആ ഒരു ആശ്രയം നിങ്ങളുടെ ആ പ്രസംഗം പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്കില്ല. This is why we don't get victory over sin also. ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പാപത്തിന്മേലും ജയം ലഭിക്കാത്തത്. There is only one reason why people don't get victory over sin. ആളുകൾക്ക് പാപത്തിൽ നിന്ന് ജയം ലഭിക്കാത്തതിന്റെ ഒരു കാരണമേ ഉള്ളൂ. They don't have faith. അവർക്ക് വിശ്വാസമില്ല. That means they are not helplessly dependent on God like a branch in a tree. ഒരു കൊമ്പ് മരത്തിൽ ആശ്രയിക്കുന്നത് പോലെ അവർ ആശ്രയിക്കുന്നില്ല കർത്താവിൽ. They are like a branch cut off from the tree. അവര് മരത്തിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ട ഒരു കൊമ്പ് പോലെയാണ്. And trying to get victory. അത് ജയത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. Trying to have pure thoughts. നല്ല ശുദ്ധമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. Trying to control their anger. അവരുടെ കോപത്തെ അടക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. They don't succeed. They get angry. അവര് വിജയിക്കുന്നില്ല, അവര് കോപിക്കുന്നു. Trying to control their dirty thoughts, but they can't control. Dirty thoughts come. അവരുടെ മലിന ചിന്തകളെ പിടിച്ചടക്കുവാനായിട്ട് ശ്രമിക്കുന്നു, എന്നാൽ അവർക്കത് നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല. Understand the reason. അതിന്റെ കാരണം മനസ്സിലാക്കുക. You're not helplessly depending on the tree. നിങ്ങൾ നിസ്സഹായതയോടെ മരത്തിൽ ആശ്രയിക്കുന്നില്ല. You have not understood John 15:5. Without Christ, you can do zero. നിങ്ങൾ യോഹന്നാൻ 15:5 മനസ്സിലാക്കിയിട്ടില്ല. ക്രിസ്തുവിനെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. Everything you do without Christ, depending on Christ, is, you will see in the final day, is worth zero. നിങ്ങൾ അവസാന നാളിൽ മനസ്സിലാക്കുന്ന കാര്യം, നിങ്ങൾ ക്രിസ്തുവിലുള്ള ആശ്രയത്തിൽ ചെയ്യാത്ത എല്ലാ കാര്യവും പൂജ്യമായിരിക്കുമെന്നാണ്. Everything in your life that you did without dependence on Christ, you will see in the final day is zero. ക്രിസ്തുവിൽ ആശ്രയിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും അവസാന നാളിൽ അത് പൂജ്യം എന്നുള്ളത് കാണും. I wish somebody had told me this when I was converted at the age of 19. ഞാൻ 19-ാം വയസ്സിൽ വീണ്ടും ജനിച്ച സമയത്ത് ഇതാരെങ്കിലും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Nobody explained faith to me. ആരും എന്നോട് വിശ്വാസത്തെ വിശദീകരിച്ചില്ല. I always got the impression it was something you believe in your head. അത് എന്റെ തലയിൽ വിശ്വസിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ ചിന്തിച്ചത്. What is the result? അതിന്റെ ഫലം എന്താണ്? For 16 years, I was defeated. 16 വർഷത്തോളം ഞാൻ പരാജയപ്പെട്ടു പോവുകയായിരുന്നു. But I would immediately go to the Lord and ask him to forgive me. എന്നാൽ ഞാൻ പെട്ടെന്ന് തന്നെ കർത്താവിന്റെ അടുക്കൽ പോയി ക്ഷമ ചോദിക്കുന്നു. But I was defeated with anger. ഞാൻ കോപത്താൽ പരാജയപ്പെടുന്നു. Defeated with dirty thoughts. മലിന ചിന്തകളാൽ പരാജയപ്പെടുന്നു. Immediately go to Jesus and ask him to forgive me. എന്നാൽ പെട്ടെന്ന് തന്നെ കർത്താവിന്റെ അടുക്കൽ പോയി ക്ഷമ യാചിക്കുന്നു. That was one good thing. അതൊരു നല്ല കാര്യമായിരുന്നു. But no victory.
എന്നാൽ ജയമില്ല. I was exactly like someone living in the Old Testament. ഞാൻ പഴയ നിയമത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ പോലെ തന്നെയായിരുന്നു. David said in Psalm 103, "Bless the Lord who forgives all my sins." ദാവീദ് 103 സങ്കീർത്തനത്തിൽ പറയുന്നത്, എന്റെ എല്ലാ പാപങ്ങളും ക്ഷമിച്ചു തരുന്ന കർത്താവിന് മഹത്വം. So David could rejoice, all my sins are forgiven. എന്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ ദാവീദിന് സന്തോഷിക്കാമായിരുന്നു. But after writing that, the same afternoon he would sin again. എന്നാൽ അത് എഴുതിയതിനു ശേഷം അതേ വൈകുന്നേരം താൻ വീണ്ടും പാപം ചെയ്തു. Again he will ask for forgiveness and he'll be forgiven. വീണ്ടും ക്ഷമ ചോദിക്കുന്നു, താൻ ക്ഷമിക്കപ്പെടുന്നു. And that was his life all the time. അതായിരുന്നു മുഴുവൻ സമയം തന്റെ ജീവിതം. But when you come to Paul in the New Testament, എന്നാൽ പുതിയ നിയമത്തിൽ പൗലോസിന്റെ കാര്യത്തിൽ വരുമ്പോൾ he says something different. വ്യത്യാസമുള്ള ഒരു കാര്യമാണ് താൻ പറയുന്നത്. He has got the same forgiveness that David got. ദാവീദിന് ലഭിച്ച അതേ പാപക്ഷമ പൗലോസിന് ലഭിച്ചു. But he says something more. എന്നാൽ പൗലോസ് അതിനേക്കാൾ അധികമായിട്ട് ചില പറയുന്നു. Now I have got grace. ഇപ്പോൾ എനിക്ക് കൃപ ലഭിച്ചു. I'm not under law like David was. ദാവീദ് ആയിരുന്നതുപോലെ ഞാൻ നിയമത്തിന് കീഴിൽ ആയിരുന്നില്ല. Romans 6:14. റോമർ 6:14. Let me read it like this. ഞാനത് ഇങ്ങനെ വായിക്കട്ടെ. Because I'm no longer under the Old Testament. ഞാൻ പഴയ നിയമത്തിന് കീഴിൽ അല്ലാതിരിക്കുന്നത് കൊണ്ട്. Because I'm under the new covenant. ഞാൻ പുതിയ നിയമത്തിന് കീഴിൽ ആയിരിക്കുന്നത് കൊണ്ട്. No sin can rule over me. ഒരു പാപത്തിനും എന്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ കഴിയുകയില്ല. Let me say that again. ഞാനത് വീണ്ടും പറയട്ടെ. Because I'm not under the old covenant. പഴയ നിയമത്തിന് കീഴിൽ അല്ലാതിരിക്കുന്നത് കൊണ്ട്. Which is called the law here. അത് ന്യായപ്രമാണം എന്നാണ് ഇവിടെ പറയുന്നത്. But I am under the new covenant, which is grace. എന്നാൽ ഞാൻ പുതിയ നിയമത്തിന് കീഴിലാണ്, അത് കൃപ ആണ്. Sin cannot rule me. പാപത്തിന് എന്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ കഴിയുകയില്ല. So, when sin rules somebody, പാപം ഒരാളുടെ മേൽ ഭരിക്കുമ്പോൾ whatever he may say with his lips, he is actually under the old covenant. അവൻ വായ കൊണ്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ അത് പഴയ നിയമത്തിന് പ്രകാരമാണ്. That is why I say almost all Christian denominations are preaching the old covenant. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളും പഴയ നിയമപ്രകാരമാണ് പ്രസംഗിക്കുന്നത്. And that is why God has raised up our CFC churches to preach the new covenant. അതുകൊണ്ടാണ് നമ്മുടെ CFC സഭകളെ ദൈവം പുതിയ നിയമത്തെ പ്രസംഗിക്കുവാനായിട്ട് എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. And what is the primary teaching in the new covenant? പുതിയ നിയമത്തിലെ പ്രാഥമികമായിട്ടുള്ള ഉപദേശം എന്താണ്? Grace. കൃപ. They did not have it in the Old Testament. അത് പഴയ നിയമത്തിൽ അവർക്ക് അത് ഉണ്ടായിരുന്നില്ല. And when grace is there, Romans 6:14 is clear. Sin cannot rule you. കൃപ 14 വളരെ വ്യക്തമാണ്. പാപത്തിന് നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുവാൻ കഴിയുകയില്ല. There is only one test whether you're under grace. നിങ്ങൾ കൃപയ്ക്ക് കീഴിലാണോ എന്നുള്ളതിന് ഒരേ ഒരു പരീക്ഷയാണ് ഉള്ളത്. See, even if it's raining like anything outside, when you're under a roof, not one drop falls on your head. പുറമെ വലിയ മഴ പെയ്യുകയാണെങ്കിലും നിങ്ങൾ ഒരു മേൽക്കൂരയ്ക്ക് കീഴിലാണെങ്കിൽ ഒരു തുള്ളി പോലും നിങ്ങളുടെ മേൽ പതിക്കുകയില്ല. So, when you're under grace, it is like that. Sin cannot rule you. നിങ്ങൾ കൃപയ്ക്ക് കീഴിലായിരിക്കുമ്പോൾ അങ്ങനെയാണ്. പാപത്തിന് നിങ്ങളുടെ മേൽ അധികാരമില്ല. And anytime you fall into sin, you have to say, Lord, I was not under grace there. നിങ്ങൾ എപ്പോഴെങ്കിലും പാപത്തിൽ വീണു പോകുമ്പോൾ പറയണം, കർത്താവേ, ഞാൻ അപ്പോൾ കൃപയ്ക്ക് അധീനനായിരുന്നില്ല എന്ന്. You keep saying that, and one day you will ask God, Lord, give me a revelation on what grace really means. നിങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നിട്ട് കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, കൃപ എന്നാൽ എന്താണെന്ന് എനിക്ക് ഒരു വെളിപ്പാട് നൽകണമേ എന്ന്. And show me why I am not getting grace. എനിക്ക് എന്തുകൊണ്ടാണ് കൃപ ലഭിക്കുന്നില്ല എന്നുള്ളത് എന്നെ കാണിച്ചു തരണമേ. Then God will turn you to 1 Peter chapter 5 verse 5. അപ്പോൾ കർത്താവ് നിങ്ങളെ 1 പത്രോസ് 5:5 കൊണ്ടുവരും. And 1 Peter 5 says,
God gives His grace only to the humble. 1 പത്രോസ് 5:5 പറയുന്നത് താഴ്മയുള്ളവർക്കാണ് മാത്രമാണ് ദൈവം കൃപ നൽകുന്നതെന്ന്. It doesn't say God does not give grace to the proud. It's much worse than that. It says God is fighting against proud people. നിഗളികൾക്ക് ദൈവം കൃപ നൽകുന്നില്ല എന്ന് അല്ല, അതിനേക്കാളും മോശമായിട്ടുള്ള കാര്യമാണ് നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു എന്ന് ആണ് പറഞ്ഞിരിക്കുന്നത്. There are only two categories of people in that verse. ഈ വാക്യത്തിൽ രണ്ട് വിഭാഗത്തിലുള്ള ആളുകളാണുള്ളത്. Those to whom God gives grace. ദൈവം കൃപ നൽകുന്ന ആളുകൾ. And according to Romans 6:14, such people will get victory over sin. റോമർ 6:14 പ്രകാരം അങ്ങനെയുള്ള ആളുകൾക്ക് പാപത്തിന്മേൽ ജയം ലഭിക്കും. And the other category is those whom God is resisting. മറ്റേ വിഭാഗം ദൈവം എതിർത്ത് നിൽക്കുന്ന ആളുകൾ. They will always be defeated by sin. അവരെപ്പോഴും പാപത്താൽ തോൽപ്പിക്കപ്പെടും. Because God is not supporting them, He is resisting them. ദൈവം അവരെ പിന്താങ്ങുന്നില്ല എന്ന് മാത്രമല്ല, അവരെ എതിർത്ത് നിൽക്കുന്നതാണ്. So I learned from that the only reason I am defeated by sin is because God is resisting me. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് എനിക്ക് ജയം ലഭിക്കാത്തതിന്റെ കാരണം ഞാൻ കൃപയ്ക്ക് കീഴിലല്ല എന്നുള്ളതാണ്. No, God is resisting me. അതിന്റെ കാരണം ദൈവം എന്നെ എതിർക്കുന്നു എന്നുള്ളതാണ്. If God resists me, I can never get victory over sin. ദൈവം എന്നെ എതിർക്കുകയാണെങ്കിൽ എനിക്ക് പാപത്തിന്മേൽ ജയം ലഭിക്കുകയില്ല. If He supports me, I get victory. ദൈവം എന്നെ പിന്താങ്ങുമ്പോൾ എനിക്ക് ജയം ലഭിക്കുന്നു. He can support me 24 hours a day, I can get victory 24 hours a day. ദൈവം എന്നെ 24 മണിക്കൂറും പിന്താങ്ങുകയാണെങ്കിൽ 24 മണിക്കൂറും ഒരു ദിവസത്തിൽ എനിക്ക് ജയമുണ്ടായിരിക്കും. There is this false teaching in most of Christianity that no matter how much you trust in the Lord, you have to keep on sinning till the end of your life. ക്രിസ്തീയതയിൽ ഈ ഒരു തെറ്റായ പഠിപ്പിക്കലുകൊണ്ട് നിങ്ങൾ എത്രമാത്രം ദൈവത്തിൽ ആശ്രയിച്ചാലും നിങ്ങൾ പാപത്തിൽ നിങ്ങളുടെ ജീവിതം ഉടനീളം വീണുകൊണ്ടിരിക്കുമെന്ന്. That's because they don't distinguish between conscious sin and unconscious sin. അതിന്റെ കാരണം അവര് ബോധപൂർവ്വ പാപങ്ങളും അബോധപൂർവ്വ പാപങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. God does not hold me responsible for unconscious sin. ദൈവം എന്നെ ഉത്തരവാദിയാക്കി ചോദിക്കുകയില്ല. Because that is not out of my choice. കാരണം അത് എന്റെ തീരുമാനത്തിന് പ്രകാരമല്ല. For example, ഉദാഹരണത്തിന്, if you have a dirty dream, നിങ്ങൾക്ക് മലിനമായിട്ടുള്ള ഒരു സ്വപ്നം ഉണ്ടെന്ന് ചിന്തിക്കുക. You did not choose that. അത് നിങ്ങൾ തിരഞ്ഞെടുത്തതല്ല. It came into your mind while you are asleep. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ വന്നതാണ്. But if you choose to look at a dirty picture and you're tempted by that and sin, that is a choice. എന്നാൽ ഒരു വൃത്തികെട്ട ഒരു ചിത്രത്തിൽ നോക്കുവാനായിട്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. So that is the difference between conscious sin and unconscious sin. അതാണ് ബോധപൂർവമായ പാപവും തമ്മിലുള്ള വ്യത്യാസം. And both are sin, but one is unconscious. എന്നാൽ രണ്ടും പാപങ്ങളാണ്, എന്നാൽ ഒന്ന് നാം ബോധപൂർവം ചെയ്യാത്തതാണ്. God does not hold you responsible for having a dirty dream. നിങ്ങൾക്ക് മലിനമായിട്ടുള്ള ഒരു സ്വപ്നം വന്നതുകൊണ്ട് അതിന്റെ പേരിൽ ദൈവം നിങ്ങളോട് ചോദിക്കുകയില്ല. But if you choose to look at a dirty picture on your phone or computer, there you're responsible. എന്നാൽ നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ വൃത്തികെട്ട ഒരു ചിത്രം നോക്കുവാൻ നിങ്ങൾ അത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾ ഉത്തരവാദികളാണ്. And gradually you will discover that very often you have dirty dreams because when you're awake, you're looking at a lot of dirty things. ക്രമേണ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം മിക്കവാറുമുള്ള നിങ്ങളുടെ മലിനമായിട്ടുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ നോക്കുന്ന വൃത്തികേടിന്റെ ഫലമായിട്ടുള്ളതാണെന്ന്. Many things we dream about are what we think about when we are awake. നമുക്ക് ലഭിക്കുന്ന സ്വപ്നങ്ങളിലെ മിക്കതും നാം ഉണർന്നിരിക്കുമ്പോൾ ചിന്തിക്കുന്നതിനെ കുറിച്ചോ ഒക്കെ ആണ്. Paul says in 1 Corinthians 4. പൗലോസ് 1 കൊരിന്ത്യർ 4 പറയുന്നു. Have you understood this verse 4? ഈ വാക്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള 1 കൊരിന്ത്യർ 4:4.
consciously I am not aware of anything against myself. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും But I'm not therefore free. I'm not, God does not acquit me. അതുകൊണ്ട് ഞാൻ സ്വതന്ത്രനായിട്ട് ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. Acquitted is a word that comes from the court. In the court, the judge says, okay, you're not guilty. നിരപരാധി ആക്കുക എന്നുള്ളത് കോടതിയിലൊക്കെയുള്ള ഒരു വാക്കാണ്. അവിടെ ന്യായാധിപൻ പറയുന്നു നിങ്ങളുടെ മേൽ കുറ്റമില്ല എന്ന്. Have you understood this verse? നിങ്ങൾ ഈ വാക്യം മനസ്സിലാക്കിയിട്ടുണ്ടോ? I am conscious of nothing, no conscious sin, but still I'm not acquitted by God. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ല, എന്നാൽ അത് ഞാൻ എന്നെ ദൈവം എന്റെ കുറ്റം മാറ്റിക്കളഞ്ഞ ദൈവം എന്നെ കുറ്റം വിധിക്കുകയില്ല എന്നല്ല അതിന്റെ അർത്ഥം. Because God is examining me at a far deeper level. എന്നാൽ അതിന്റെ കാരണം ദൈവം എന്നെ കൂടുതൽ ആഴത്തിലാണ് പരിശോധിക്കുന്നത്. So that verse teaches us that when there will always be unconscious sin in our life. ആ വാക്യം പറയുന്നത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അബോധപരമായിട്ടുള്ള പാപം ഉണ്ടായിരിക്കുമെന്നാണ്. That is the meaning of saying that I am not completely free from sin. ഞാൻ പൂർണ്ണമായിട്ടും പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചിട്ടില്ല എന്നുള്ളതിന്റെ അർത്ഥം അതാണ്. But I must be free from conscious sin. എന്നാൽ ഞാൻ ബോധപരമായിട്ടുള്ള പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കണം. Getting angry is a conscious sin. കോപിക്കുക എന്നുള്ളത് ബോധപരമായിട്ടുള്ള പാപമാണ്. Having a dirty thought is a conscious sin. മലിനമായിട്ടുള്ള ഒരു ചിന്ത ഉണ്ടാകുക എന്നുള്ളത് ബോധപരമായിട്ടുള്ള പാപമാണ്. Having a grudge against somebody is a conscious sin. മറ്റൊരു വ്യക്തിയെ കുറിച്ച് അവരോട് ഒരു കയ്പ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ബോധപരമായിട്ടുള്ള പാപമാണ്. Not forgiving somebody is a conscious sin. ഒരു വ്യക്തിയോട് ക്ഷമിക്കാതിരിക്കുന്നത് ബോധപരമായിട്ടുള്ള പാപമാണ്. We must seek God with all our heart to be 100% free from conscious sin. നാം പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കണം, 100% ബോധപരമായിട്ടുള്ള പാപത്തിൽ നിന്നും രക്ഷ നേടുവാൻ. That is much more important than seeking God for some powerful anointed preaching message. അത് വളരെ അഭിഷേകമുള്ള ഒരു സന്ദേശം പ്രസംഗിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവത്തെ അന്വേഷിക്കുന്നതിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. When you seek God for a powerful anointing in your ministry, that can be for because you want honor from men. നിങ്ങളുടെ ശുശ്രൂഷയിൽ വളരെ ശക്തിയുള്ള അഭിഷേകം ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ മാനം ലഭിക്കുന്നതിന് വേണ്ടിയായിരിക്കാം. But when you're seeking with all your heart to have a pure thought life, that is only to please God. എന്നാൽ നിങ്ങൾക്ക് വളരെ ശുദ്ധിയുള്ള ഒരു ചിന്താ ജീവിതത്തിന് വേണ്ടി കർത്താവിനെ പൂർണ്ണഹൃദയത്തോടെ അന്വേഷിക്കുന്നെങ്കിൽ അത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ആണ്. So here is a question that all of you must ask yourself honestly. നിങ്ങൾ എല്ലാവരും നിങ്ങളോട് തന്നെ സത്യസന്ധമായിട്ട് ചോദിക്കേണ്ട കാര്യം ഇതാണ്. Answer honestly. നിങ്ങൾ സത്യസന്ധതയോടെ അതിന് ഉത്തരം പറയുക. Are you seeking for a pure thought life with as much earnestness as you seek for power to preach? നിങ്ങൾ ശുദ്ധിയുള്ള ഒരു ചിന്താ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ പ്രസംഗിക്കുന്നതിനുള്ള ശക്തി ലഭിക്കുന്ന അതിനെ ചോദിക്കുന്നത് അതേ ഉത്സാഹത്തോടെ അതേ ആഗ്രഹത്തോടെ ചോദിക്കുന്നുണ്ടോ? You seek for power to preach. നിങ്ങൾ പ്രസംഗിക്കുന്നതിനുള്ള ശക്തിക്ക് വേണ്ടി ചോദിക്കുന്നു. That gives you honor before people. അത് ആളുകളുടെ മുമ്പിൽ നിങ്ങൾക്ക് ബഹുമാനം നൽകുന്നു. But you are not seeking equally earnestly to have a totally pure thought life. അതേ രീതിയിലുള്ള ആവലോടെ പൂർണ്ണ ശുദ്ധിയുള്ള ഒരു ചിന്താ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? Not seeking with all your heart to be totally free from anger. നിങ്ങൾ പൂർണ്ണമായിട്ടും കോപത്തിൽ നിന്നും സ്വതന്ത്രം പ്രാപിക്കുവാനായിട്ട് ആ രീതിയിൽ ചോദിക്കുന്നുണ്ടോ? Not seeking to be totally free from the love of money inside your heart. നിങ്ങളുടെ ഹൃദയത്തിലുള്ള പണസ്നേഹത്തിൽ നിന്നും പൂർണ്ണ വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി അതേ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നുണ്ടോ? And dear brothers, you are seeking for honor from men. പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ആളുകളിൽ നിന്നും മാനം ആണ് ആഗ്രഹിക്കുന്നത്.
That is the number one problem with most Christians and most Christian leaders. മിക്ക ക്രിസ്ത്യാനികളുടെയും ക്രിസ്തീയ നേതാക്കന്മാരുടെയും ഒന്നാമത്തെ പ്രശ്നം അതാണ്. So the answer to all that is found in 1 Timothy chapter 3. ഇതിന്റെ എല്ലാമുള്ള ഉത്തരം 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൽ നാം കാണുന്നു. That's where I found it. അവിടെയാണ് ഞാൻ അത് കണ്ടെത്തിയത്. In 1 Timothy 3:16, 1 തിമോത്തിയോസ് 3:16 we read this amazing statement. ഈ ആശ്ചര്യകരമായിട്ടുള്ള ഒരു കാര്യം നാം വായിക്കുന്നു. It's called here the secret or the mystery of godliness. അത് ദൈവഭക്തിയുടെ മർമ്മം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The word mystery is never found in the Old Testament. മർമ്മം എന്നുള്ള വാക്ക് അത് പഴയ നിയമത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. Because everything in the Old Testament was plainly mentioned in the law. എന്നാൽ കാരണം പഴയ നിയമത്തിലുള്ള എല്ലാ കാര്യങ്ങളും അത് നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. You read the Old Testament law, there were such small details that God answered to them. പഴയ നിയമത്തിലെ ന്യായപ്രമാണം വായിക്കുകയാണെങ്കിൽ അവിടെ ദൈവം വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. But in the New Testament, you read the word mystery number of times. എന്നാൽ പുതിയ നിയമത്തിൽ മർമ്മം എന്നുള്ള വാക്ക് പലവട്ടം നാം കാണുന്നു. Here it is called the mystery of godliness. ഇവിടെ ദൈവഭക്തിയുടെ മർമ്മം എന്ന് നാം കാണുന്നു. It is a great secret, the secret of godliness. അത് ദൈവഭക്തിയുടെ രഹസ്യം, വളരെ വലിയൊരു രഹസ്യം ആണത്. So secret is not something that God reveals to everybody. രഹസ്യം ദൈവം എല്ലാവർക്കും വെളിപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. You know that well-known verse in the Old Testament that the secret of the Lord is for those only who fear him. വളരെ പഴയ നിയമത്തിലുള്ള ആ വാക്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ദൈവത്തിന്റെ രഹസ്യം തന്നെ ഭയപ്പെടുന്നവർക്കാണ് ദൈവം വെളിപ്പെടുത്തുന്നതെന്ന്. Psalm 25:14. സങ്കീർത്തനം 25:14. Very important verse. വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. God reveals his secrets only to those who fear him. ദൈവം തന്നെ ഭയപ്പെടുന്നവർക്കാണ് തന്റെ രഹസ്യം വെളിപ്പെടുത്തുന്നത്. Very few believers really fear God. വളരെ ചുരുക്കം വിശ്വാസികളാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ ഭയപ്പെടുന്നവരായിട്ടുള്ളത്. Fear of God is the beginning of wisdom. ദൈവ ഭയം അത് ജ്ഞാനത്തിന്റെ ആരംഭമാണ്. The Bible says the fear of God leads to the hatred of sin. ബൈബിൾ പറയുന്നത് ദൈവഭയം പാപത്തോടുള്ള വെറുപ്പിനെ തുടങ്ങുന്നു. And God, we read here, God reveals his secrets only to those who fear him. നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുകയാണെങ്കിൽ മാത്രമേ ഈ രഹസ്യങ്ങൾ നിങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തുകയുള്ളൂ. Many people try to understand God's secrets by their intelligence. പല ആളുകളും അവരുടെ ദൈവത്തിന്റെ രഹസ്യങ്ങൾ അവരുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു. You can't find it like that. അത് അങ്ങനെ അവർക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. There are many things you can understand in the Bible with intelligence, but not the secret of godliness. പല കാര്യങ്ങളും ബൈബിളിലെ പല കാര്യങ്ങളും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ദൈവഭക്തിയുടെ ആ രഹസ്യം മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. That is only to those who fear God. അത് ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് മാത്രമാണ്. So godliness is the most important thing we need. അതുകൊണ്ട് ദൈവഭക്തിയാണ് നമുക്കുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. Only from such a life can anointed words come out of your mouth. അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ നിന്ന് മാത്രമേ അഭിഷേകമുള്ള വാക്കുകൾ നിങ്ങളുടെ വായിലൂടെ പുറത്തു വരികയുള്ളൂ. You don't have a godly life, what you speak may be very clever, but it won't be anointed. നിങ്ങൾക്ക് ദൈവഭക്തിയുള്ള ഒരു ജീവിതം ഇല്ല എങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നത് വളരെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, എന്നാൽ അതിൽ അഭിഷേകം ഉണ്ടായിരിക്കുകയില്ല. When did God anoint Jesus? എപ്പോഴാണ് ദൈവം യേശുവിനെ അഭിഷേകം ചെയ്തത്? For 30 years he was filled with the Holy Spirit. 30 വർഷമായിട്ട് കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടിരുന്നു. Then he anointed him. അതിനുശേഷം അവനെ അഭിഷേകം ചെയ്തു. And what did he say? The Father. പിതാവ് എന്താണ് പറഞ്ഞത്?
This is my son, my beloved son, in whom I am well pleased. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. I watched his life for 30 years. അവന്റെ 30 വർഷമുള്ള ജീവിതം ഞാൻ ശ്രദ്ധിച്ചു. I watched how he lived. അവൻ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചു. I watched how he spoke. അവൻ എങ്ങനെ സംസാരിച്ചു എന്നുള്ളത് ഞാൻ നിരീക്ഷിച്ചു. I watched what he was thinking. അവൻ എന്തൊക്കെയാണ് ചിന്തിച്ചത് എന്നുള്ളത് ഞാൻ നിരീക്ഷിച്ചു. And I'm very pleased with him. അവനിൽ ഞാൻ വളരെ പ്രസാദിച്ചിരിക്കുന്നു. And now I'm going to anoint him. ഇപ്പോൾ ഞാൻ അവനെ അഭിഷേകം ചെയ്യുന്നു. And he went with that anointing, and in 3.5 years, he did more than other people have done in thousands of years. ആ അഭിഷേകത്തോടെ കർത്താവ് പോയി 3.5 വർഷം കൊണ്ട് 1000 കണക്കിന് വർഷങ്ങൾ കൊണ്ട് മറ്റാളുകൾ ചെയ്തതിനേക്കാൾ അധികം കാര്യങ്ങൾ ചെയ്തു. That is the power of the anointing. അതാണ് അഭിഷേകത്തിന്റെ ശക്തി. How did these 12 illiterate, mostly uneducated disciples start something that has changed the whole world for 2000 years? വിദ്യാഭ്യാസമില്ലാത്ത പാവപ്പെട്ട ഈ ശിഷ്യന്മാർ അവര് അതിനു മുമ്പ് കേൾക്കാത്ത മറ്റാർക്കും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തത് എങ്ങനെയാണ്? How did they change the world for 2000 years? അവര് 2000 വർഷങ്ങളായിട്ട് ഈ ലോകത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? Who started this Christianity that's spread the world in 2000 years? ഈ 2000 വർഷത്തോളം ലോകത്തിൽ മുഴുവൻ പടർന്നിരിക്കുന്ന ക്രിസ്തീയതയെ എങ്ങനെയാണ് ആരംഭിച്ചത്? 12 uneducated people. വിദ്യാഭ്യാസമില്ലാത്ത 12 ആളുകൾ. Do you ever see anything like that today? അങ്ങനെയുള്ള എന്തെങ്കിലും ഇപ്പോൾ കാണാൻ കഴിയുമോ? What did they have? അവർക്ക് എന്താണ്? They had the anointing of the Holy Spirit. അവർക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടായിരുന്നു. That is the most important thing we need. അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. The Holy Spirit will show you the secret of godliness. പരിശുദ്ധാത്മാവ് ദൈവഭക്തിയുടെ രഹസ്യം നമ്മെ കാണിക്കും. Okay. What is the secret of godliness? Verse 16. 1 Timothy 3:16. ദൈവഭക്തിയുടെ രഹസ്യം എന്താണ്? 1 തിമോത്തിയോസ് 3:16. Jesus came in the flesh. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. Can you explain that? If somebody asks you, what does it mean? ആരെങ്കിലും നിങ്ങളോട് അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയുമോ? Jesus came in the flesh, but his spirit was pure. യേശു ശരീരത്തിൽ വന്നു, എന്നാൽ തന്റെ ആത്മാവ് ശുദ്ധിയുള്ളതായിരുന്നു. That is the meaning of that verse. അതിന്റെ അർത്ഥം അതാണ്. From the time of Adam, millions of people lived on this earth in the flesh. Nobody's spirit was pure. ആദത്തിന്റെ സമയം മുതൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിൽ ശരീരത്തിൽ ജീവിച്ചു. അവരുടെ ആരുടെയും ആത്മാവ് ശുദ്ധിയുള്ളതായിരുന്നില്ല. After the time of Jesus, millions of people have lived on the earth in the flesh. Their spirit is not pure. യേശു വന്നതിന് ശേഷവും കോടിക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചു. അവരുടെ ആരുടെയും ആത്മാവ് ശുദ്ധിയുള്ളതായിരുന്നില്ല. Because our flesh is so corrupt, the Holy Spirit says there's nothing good that dwells in the flesh. നമ്മളുടെ ജഡം അത്ര ജീർണത നിറഞ്ഞതാണ്. പരിശുദ്ധാത്മാവ് പറയുന്നത് എന്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല എന്ന്. How can someone live in the flesh and have a pure spirit? ഈ ശരീരത്തിൽ ജീവിച്ചുകൊണ്ട് ശുദ്ധിയുള്ള ഒരു ആത്മാവ് ഉണ്ടായിരിക്കുവാൻ എങ്ങനെയാണ് കഴിയുന്നത്? So many people don't try to meditate and understand what does this mean. മിക്ക ആളുകളും ഇതിനെക്കുറിച്ച് ധ്യാനിച്ച് ഇതെന്താണ് അർത്ഥമാക്കുന്നതെന്ന് കണ്ടെത്തുവാൻ ശ്രമിക്കാറില്ല. Most believers, you ask them, what does the word flesh mean, which comes so many times in the New Testament? മിക്ക വിശ്വാസികളോടും ഈ ജഡം എന്ന വാക്ക് അത് പല വട്ടം പുതിയ നിയമത്തിൽ വരുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, not talking about our physical body, this flesh. അത് നമ്മുടെ ഈ ശരീരം, പുറമേയുള്ള ശരീരത്തെ കുറിച്ചല്ല അത് പറയുന്നത്. Because I'll tell you why. ഞാൻ അതിനെക്കുറിച്ച് പറയാം. See Galatians 5. ഗലാത്യർ 5 കാണുക. And verse 17. 17-ാം വാക്യം. The spirit fights against the flesh. The Holy Spirit fights against the flesh. പരിശുദ്ധാത്മാവ്
ജഡത്തിനെതിരെ പൊരുതുന്നു. He's in opposition to the flesh, it says here. അത് ജഡവുമായിട്ട് വിരോധത്തിലായിരിക്കുന്നു എന്നാണ് പറയുന്നത്. What is the Holy Spirit against? Is he against my body? പരിശുദ്ധാത്മാവ് എന്തിനാണ് എതിരായിട്ടിരിക്കുന്നത്? എന്റെ ശരീരത്തിനെതിരാണോ? I sought for years and years and years and years to understand what does the word flesh mean. ഞാൻ വളരെ വർഷങ്ങൾ ഈ ജഡം എന്ന വാക്ക് എന്താണെന്ന് അർത്ഥമാക്കുന്നതെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു. What is the difference between flesh and sinful flesh? ജഡം എന്നുള്ളതും പാപമായിട്ടുള്ള ജഡം എന്നുള്ളതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Why was I eager to understand the reason for that? അത് മനസ്സിലാക്കുവാനായിട്ടുള്ള എന്റെ ആഗ്രഹത്തിന്റെ കാരണം, Because I read there the secret of godliness is that Christ came in the flesh. അതിന്റെ കാരണം ദൈവഭക്തിയുടെ മർമ്മം കർത്താവ് ക്രിസ്തു ജഡത്തിൽ വന്നു എന്നുള്ളതാണെന്ന് ഞാൻ കണ്ടതുകൊണ്ടാണ്. When I understood that 50 years ago, it changed my life. 50 വർഷങ്ങൾക്ക് മുമ്പ് അത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എന്റെ ജീവിതത്തെ അത് വ്യത്യാസപ്പെടുത്തി. 50 years ago, I received the baptism of the Holy Spirit, and one of the primary result of that was I understood what it means Christ came in the flesh. 50 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. അപ്പോൾ അവിടെ വന്ന വലിയ വ്യത്യാസം ഈ കാര്യം ക്രിസ്തു ജഡത്തിൽ വന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി എന്നുള്ളതാണ്. For many people, baptism of the Holy Spirit means they speak in tongues. പല ആളുകളെ സംബന്ധിച്ചും പരിശുദ്ധാത്മാവിന്റെ സ്നാനം എന്നാൽ അന്യഭാഷയിൽ സംസാരിക്കുക എന്നുള്ളതായിരുന്നു. I also got the gift of tongues 50 years ago. എനിക്കും 50 വർഷങ്ങൾക്ക് മുമ്പ് അന്യഭാഷ ലഭിച്ചു. And I have spoken to the Lord in tongues for 50 years. ഞാൻ അന്യഭാഷയിൽ കർത്താവിനോട് 50 വർഷങ്ങളായിട്ട് സംസാരിച്ചു. But never in the church. എന്നാൽ ഒരിക്കൽ പോലും സഭയിൽ അല്ല. Like Paul says in the church, I'd rather speak 5 words in a known language than 10,000 words in a tongue. പൗലോസ് പറയുന്ന പോലെ സഭയിൽ 5 വാക്കുകൾ അറിയാവുന്ന ഭാഷയിൽ സംസാരിക്കുന്നതാണ് 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. But more than that, I got revelation on what Christ coming in the flesh means. അതിനേക്കാൾ അധികമായിട്ട് ക്രിസ്തു ജഡത്തിൽ വന്നു എന്നുള്ളതിന്റെ അതിനെക്കുറിച്ചുള്ള വെളിപ്പാട് എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. Speaking in tongues did not give me victory over sin. അന്യഭാഷയിൽ സംസാരിക്കുന്നത് എനിക്ക് പാപത്തിൽ ജയം നൽകുന്നില്ല. And you can see so many people who speak in tongues, they don't get victory over sin. പല ആളുകളും അന്യഭാഷയിൽ സംസാരിക്കുന്നത് കാണുന്നുണ്ട്. അവർക്കൊന്നും പാപത്തിൽ മേൽ ജയം ലഭിക്കും. But when you understand the secret of godliness, that Christ came in the flesh, that will lead you to godliness. എന്നാൽ ക്രിസ്തു ജഡത്തിൽ വന്നു എന്നുള്ള ആ കാര്യത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അത് നിങ്ങളെ ദൈവഭക്തിയിലേക്ക് നയിക്കും. The secret of godliness is the secret of how you can live a godly life. ദൈവഭക്തിയുടെ രഹസ്യം എന്നാൽ നിങ്ങൾക്ക് ദൈവഭക്തിയുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഉള്ള അതിനെക്കുറിച്ചുള്ള രഹസ്യമാണ്. And hardly any Christians preaches about this. ക്രിസ്ത്യാനികൾ ആരും തന്നെ ഇതിനെക്കുറിച്ച് പ്രസംഗിക്കാറില്ല. Because they have not seen the secret. കാരണം ആ മർമ്മം അവർക്ക് മനസ്സിലാക്കിയിട്ടില്ല. This is one of the main things we preached in CFC right from the beginning. CFCയിൽ തുടക്കം മുതലേ പ്രസംഗിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. It says one of the foundational truths of CFC churches. CFC സഭകളിലെ അടിസ്ഥാനപരമായിട്ടുള്ള സത്യങ്ങളിൽ ഒന്നാണ് ഇതെന്ന്. See Hebrews chapter 2 verse 18. എബ്രായർ 2:18 വാക്യം. Hebrews 2:18. എബ്രായർ 2:18. It says here he was himself was tempted. No, Hebrews 2:17, sorry. ക്ഷമിക്കണം, എബ്രായർ 2:17 ആണ്. He was made like his brothers in all things. അവൻ സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീർന്നു. That is the secret of godliness. അതാണ് ദൈവഭക്തിയുടെ രഹസ്യം. Because then, verse 18, he could be tempted also like us. കാരണം അതുകൊണ്ട് 18 വാക്യത്തിൽ താൻ തന്നെ പരീക്ഷിതനായി
And because he was tempted like us, verse 18, therefore he's able to help us when we are tempted. താൻ ആയിരുന്നത് കൊണ്ട് 18-ാം വാക്യത്തിൽ തന്നെ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിക്കുവാൻ കഴിവുള്ളവനാകുന്നു. Dear brothers, please meditate on Hebrews 2:17 and 18. പ്രിയ സഹോദരന്മാരെ, ഹെബ്രായർ 2:17-18 ധ്യാനിക്കുക. Read it carefully. ശ്രദ്ധയോടെ അത് വായിക്കുക. He had to be made like us in all things. അവൻ നമ്മെ പോലെ എല്ലാ കാര്യത്തിലും ആയിരിക്കേണ്ടതുണ്ടായിരുന്നു. It was necessary. അത് ആവശ്യമായിരുന്നു. Otherwise he could not be tempted like us. അല്ലെങ്കിൽ നമ്മെ പോലെ പരീക്ഷിക്കപ്പെടുകയില്ലായിരുന്നു. Because he was tempted, he can come to help us. താൻ പരീക്ഷിതനായിരുന്നത് കൊണ്ട് തനിക്ക് നമ്മെ സഹായിക്കുവാൻ കഴിയും. This is a great controversy among people, that was Jesus tempted like us, exactly like us? ഇന്ന് ആ ആളുകളുടെ ഇടയിലുള്ള വലിയ ചർച്ചാ വിഷയമാണ്, യേശു നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടോ, നമ്മെ പോലെ തന്നെ ആയിരുന്നോ എന്നോ ഒക്കെ. Turn to Hebrews 4. എബ്രായർ 4-ലേക്ക് തിരിയുക. I've spent more time studying Hebrews than any other book of the New Testament. പുതിയ നിയമത്തിലെ മറ്റേത് പുസ്തകത്തെക്കാൾ അധികം എബ്രായ ലേഖനം പഠിക്കുവാൻ ഞാൻ സമയമെടുത്തു. Because some amazing truths in Hebrews. കാരണം എബ്രായ ലേഖനത്തിൽ ചില ആശ്ചര്യകരമായിട്ടുള്ള സത്യങ്ങൾ ഉണ്ട്. And here is one of those greatest truths in Hebrews 4:15. എബ്രായ ലേഖനത്തിലുള്ള 4:15 ഏറ്റവും മഹത്വകരമായിട്ടുള്ള സത്യം ഉണ്ട്. This is the secret of godliness. ഇതാണ് ദൈവഭക്തിയുടെ മർമ്മം. Christ came in the flesh. ക്രിസ്തു ജഡത്തിൽ വന്നു. Therefore, he could be tempted exactly as we are, but he did not sin. അതുകൊണ്ട് കർത്താവ് നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടു, എങ്കിലും പാപം ചെയ്തില്ല. Because he could be tempted like us, it says verse 15, he can sympathize with us in our struggle. കർത്താവ് നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടിരുന്നത് കൊണ്ട് നമ്മോട് സഹതാപം നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിക്കുവാൻ കഴിഞ്ഞു. No, I am sure that Jesus, when he was God in heaven, he could also sympathize with us. എനിക്ക് ഉറപ്പാണ്, യേശു സ്വർഗത്തിൽ ദൈവമായിരുന്ന സമയത്തും നമ്മോട് സഹതാപം കാണിക്കുവാൻ കഴിയുമെന്ന്. You ask yourself. നിങ്ങളോട് തന്നെ ചോദിക്കുക. Can you sympathize with a mother who has lost her only child? അവളുടെ ഏക കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അമ്മയോട് നിങ്ങൾക്ക് സഹതാപം കാണിക്കുവാൻ കഴിയുമോ? I'm sure all of us love our flock enough to be able to sympathize with such a sister. എനിക്ക് ഉറപ്പാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അവളെ സ്നേഹിക്കുകയും അത്രമാത്രം സ്നേഹിച്ചുകൊണ്ട് അവളോട് സഹതാപം കാണിക്കുവാൻ കഴിയുമെന്ന്. Everybody can sympathize with a poor mother who's lost her only child. തന്റെ ഏക കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു പാവപ്പെട്ട അമ്മയോട് സഹതാപം കാണിക്കുവാൻ കഴിയുമെന്ന് എനിക്കറിയാം. But if you lose your only child, you'll be able to sympathize with that person much more. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരേ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുകയാണെങ്കിൽ ആ അമ്മയുമായിട്ട് അവരോട് സഹതാപം കാണിക്കുവാൻ നിങ്ങൾക്ക് അധികം കഴിയും. Because what you experience, if you have experienced it, you can sympathize more. നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സഹതാപം കാണിക്കുവാൻ കഴിയും. That's what it says here. Jesus can sympathize with us because he was tempted exactly like us. അതാണ് ഇവിടെ പറയുന്നത്. താൻ നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് നമ്മോട് സഹതാപം കാണിക്കുവാൻ കഴിയുമെന്ന്. In how many areas was he tempted? ഏതെല്ലാം മേഖലകളിലാണ് കർത്താവ് പരീക്ഷിക്കപ്പെട്ടത്? Hebrews 4:15 says, in every area, in all things. എബ്രായർ 4:15 പറയുന്നത് എല്ലാ മേഖലയിലും എല്ലാത്തിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടു എന്നാണ്. One of the big differences between what I believe and what other Christians believe is, I believe Jesus was tempted like me in every area. മറ്റ് ക്രിസ്ത്യാനികളും ഞാനും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്. ഞാൻ വിശ്വസിക്കുന്നത് യേശു എല്ലാ കാര്യത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്നാണ്. അവരങ്ങനെ വിശ്വസിക്കുന്നില്ല. In my early Christian life, I did not believe it, and I was always defeated by sin. എന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കത്തിൽ
ഞാൻ അത് വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പരാജയപ്പെട്ടിരിക്കുകയായിരുന്നു. When I believed this truth in the Bible, I got victory over sin. ഞാൻ ബൈബിളിലുള്ള ഈ സത്യത്തെ വിശ്വസിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ പാപത്തിന്മേൽ ജയം ലഭിച്ചു. That is why I know it is the secret of godliness. അതുകൊണ്ടാണ് ദൈവഭക്തിയുടെ രഹസ്യം ഇതാണെന്ന് എനിക്ക് And ഇതായത്. I feel many CFC elders have not seen it clearly. എനിക്ക് തോന്നുന്ന പല CFC മൂപ്പന്മാരും ഇത് വ്യക്തമായിട്ട് കണ്ടിട്ടില്ല. So even though they say they are CFC, they have not understood the secret of godliness. നിങ്ങൾ ചിന്തിക്കുക, അവര് CFCയിൽ ആയിരുന്നിട്ടും അവർക്ക് ദൈവഭക്തിയുടെ മർമ്മം മനസ്സിലായിട്ടില്ലല്ലോ എന്ന്. Here it says, Jesus was tempted like us in every point, yet without sin. ഇവിടെ പറയുന്നത് യേശു നമ്മെ പോലെ എല്ലാ കാര്യത്തിലും സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു, എങ്കിലും പാപം ചെയ്തില്ല എന്ന്. In all areas it says, not a single area is left out. എല്ലാ മേഖലകളിലും ഒരു മേഖല പോലും ഒഴിച്ചു നിർത്തിയിട്ടില്ല. That word all things is very important in verse 15. 15-ാം വാക്യത്തിലുള്ള സർവത്തിലും എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. There is no temptation that you and I face which Jesus was not tempted with. നിങ്ങളും ഞാനും അഭിമുഖീകരിക്കുന്ന ഒരു പ്രലോഭനവും ഒരു പരീക്ഷയും യേശു അഭിമുഖീകരിക്കാത്തതായിട്ടില്ല. That's what encouraged me. അതാണ് എന്നെ ഉത്സാഹിപ്പിച്ചത്. Whenever I'm tempted with anything, I say, Lord Jesus, you were tempted like this also. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ പറയും, കർത്താവേ യേശു, അങ്ങും ഈ കാര്യത്തിൽ പരീക്ഷിക്കപ്പെട്ടിരുന്നല്ലോ. Hebrews 4:15, according to that, you're also tempted like that. എബ്രായർ 4:15 പ്രകാരം അങ്ങും ഈ കാര്യത്തിൽ പരീക്ഷിക്കപ്പെട്ടിരുന്നല്ലോ. But you overcame, you never sinned even once. എന്നാൽ അങ്ങ് ജയിച്ചു, ഒരിക്കൽ പോലും പാപം ചെയ്തില്ല. What is the secret? Show me. അതിന്റെ രഹസ്യം എന്താണ്? എന്നെ കാണിച്ചു തരണമേ. Have you sought God like that? ആ രീതിയിൽ ദൈവത്തെ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? That is much more important than asking God for some anointing on your sermon. അത് നിങ്ങളുടെ പ്രസംഗത്തെ അഭിഷേകം ചെയ്യുന്നതിന് ദൈവത്തോട് ചോദിക്കുന്നതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. Seek God for victory in your life, anointing will automatically come on all your sermons. നിങ്ങളുടെ ജീവിതത്തിൽ ജയത്തിന് വേണ്ടി നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രസംഗങ്ങളിലെല്ലാം അഭിഷേകം തനിയെ വന്നുകൊള്ളും. Because it says, when you understand this, കാരണം അത് ഇവിടെ പറയുന്നത് നിങ്ങൾ അത് മനസ്സിലാക്കുമ്പോൾ. next verse 16, അടുത്ത വാക്യം 16-ാം വാക്യം, we can go to the throne of grace. നമുക്ക് കൃപാസനത്തിന് മുമ്പാകെ ചെല്ലുവാൻ കഴിയും. With great boldness, it says. ധൈര്യത്തോടെ ചെല്ലുവാൻ കഴിയും എന്നാണ്. Boldness means with the absolute assurance that God will answer my prayer. ധൈര്യം എന്നാൽ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും എന്നുള്ള പൂർണ്ണ ധൈര്യത്തോടെ. And what will I get when I go to the throne of grace? ഞാൻ കൃപാസനത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ എനിക്ക് എന്താണ് ലഭിക്കുന്നത്? The Old Testament, it was not called a throne of grace, it was a throne of mercy. പഴയ നിയമത്തിൽ അതിനെ കൃപാസനം, കൃപയുടെ സിംഹാസനം എന്നല്ല പറയുന്നത്, അവിടെ കരുണാസനം എന്നാണ് പറയുന്നത്. Here it says we go to the throne of grace. കൃപാസനത്തിന്റെ മുമ്പിൽ നാം ചെല്ലുമ്പോൾ. And then it says here we will receive mercy and grace. ഇവിടെ നാം കരുണയും കൃപയും നമുക്ക് ലഭിക്കുന്നു. We all need mercy. നമുക്ക് കരുണയേക്കാൾ അധികമായിട്ട് No, we all need mercy. നമുക്ക് എല്ലാവർക്കും കരുണ ആവശ്യമാണ്. Jesus did not need mercy because he never sinned. യേശുവിന് കരുണ വേണ്ടിയിരുന്നില്ല, കാരണം യേശു ഒരിക്കലും പാപം ചെയ്തിരുന്നില്ല. The Old Testament is full of mercy. It says his mercy endures forever is a frequent verse in the Old Testament. പഴയ നിയമത്തിൽ ഉടനീളം കരുണയെ കുറിച്ചാണ് പറയുന്നത്. കർത്താവിന്റെ ദയ എന്നേക്കുമുള്ളത് എന്നുള്ളത് പഴയ നിയമത്തിൽ പറയുന്ന ഒരു ധാരാളം പറയുന്ന വാക്യമാണ്. Grace is not found in the Old Testament. കൃപ എന്നുള്ളത് പഴയ നിയമത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല. Now we can get mercy and grace, verse 16. എന്നാൽ ഇപ്പോൾ നമുക്ക് കരുണയും കൃപയും ലഭിക്കും. 16-ാം വാക്യം. That grace will help me, verse 16, in my time of need. ആ കൃപ എന്റെ ആവശ്യ സമയത്ത് എന്നെ സഹായിക്കുവാനായിട്ട് കഴിയും. അതിന് What does that mean? അതിന്റെ അർത്ഥം എന്താണ്?
Romans 6:14. When grace comes, no sin can rule over me. റോമർ 6:14 കൃപ വരുമ്പോൾ ഒരു പാപത്തിനും എന്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ കഴിയില്ല. Time of need is when I'm tempted. അതിന്റെ അർത്ഥം ഞാൻ പരീക്ഷിക്കപ്പെടുകയില്ല എന്നല്ല. My time of need is when I am tempted. എന്റെ ആവശ്യ സമയം ഞാൻ പരീക്ഷിക്കപ്പെടുന്ന സമയമാണ്. It says here, grace will help me in my time of need. എന്റെ തക്ക സമയത്ത് എന്നെ സഹായിക്കുന്നതിനാണ് കൃപ ഉള്ളത്. That is not when I have financial difficulty, but when I am tempted. അത് എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളപ്പോൾ അല്ല, ഞാൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ആണ്. Because that is referring to temptation in verse 15. കാരണം പരീക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് 15-ാം വാക്യത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. God rewards those who read the scriptures carefully, diligently, slowly. ദൈവവചനം ശ്രദ്ധയോടെയും ഉത്സാഹത്തോടെയും സാവധാനവും വായിക്കുന്നവരെ അവർക്ക് പ്രതിഫലം നൽകുന്നു. You read these two verses and meditate on it in the next few days. ഈ ദിവസങ്ങളിൽ, അടുത്ത ചില ദിവസങ്ങളിൽ ഈ 2 വാക്യങ്ങൾ വായിച്ച് അതിനെ ധ്യാനിക്കുക. Ask God to give you revelation. It will change your life. നിങ്ങൾക്ക് വെളിപ്പാട് നൽകുവാൻ ദൈവത്തോട് ചോദിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തും. It changed my life. അത് എന്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തി. Changed my home life. എന്റെ വീട്ടിലെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തി. Changed my thought life. എന്റെ ചിന്താ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തി. And gradually it changed even my dreams. അത് സാവധാനം എന്റെ ശുശ്രൂഷയെ വ്യത്യാസപ്പെടുത്തി. Changed my dreams. എന്റെ സ്വപ്നങ്ങളെ വ്യത്യാസപ്പെടുത്തി. They became pure. അത് ശുദ്ധിയുള്ളതായി തീർന്നു. It is the secret of godliness. ഇതാണ് ദൈവഭക്തിയുടെ മർമ്മം. Christ came in the flesh and was tempted like us. ക്രിസ്തു നമ്മെ പോലെ തന്നെ ജഡത്തിൽ വന്നു. Many people say Christ could not have sinned. പല ആളുകളും പറയും ക്രിസ്തുവിന് പാപം ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല എന്ന്. If you say he could not sin, then what is the great thing in saying he overcame sin? യേശുവിന് പാപം ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ, then what is there's no virtue or greatness in saying he did not sin. See, let me explain it. If a man cannot talk, what is the great thing in saying he never told a lie? ഒരു വ്യക്തിക്ക് സംസാരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, and you say that he never told a lie, അവൻ ഒരിക്കലും കള്ളം പറഞ്ഞില്ല എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥം? Is that a great thing that he cannot speak and he never told a lie? അവന് ഒന്നും സംസാരിക്കുവാൻ കഴിയുമായിരുന്നില്ല, അതുകൊണ്ട് അവൻ നുണ പറഞ്ഞിട്ടില്ല. That is not a great thing. അത് വലിയൊരു കാര്യമല്ല. He could not speak, so he never told a lie. അവന് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല, അതുകൊണ്ട് അവൻ ഒരു കള്ളം പറഞ്ഞിട്ടില്ല. So if you say Jesus could not sin, therefore he never sinned, there's nothing great in that. യേശുവിന് പാപം ചെയ്യാൻ കഴിയുമായിരുന്നില്ല, അതുകൊണ്ട് യേശു പാപം ഒരിക്കലും ചെയ്തില്ല, അതിനൊരു ശ്രേഷ്ഠതയുമില്ല. But if you say here's a man who can speak but still did not tell a lie, that is a great thing. എന്നാൽ ഇവിടെ ഒരു വ്യക്തിക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല എങ്കിൽ അത് വലിയൊരു കാര്യമാണ്. So if you say Jesus could have sinned but did not sin, then it is a great thing. അതുപോലെ യേശുവിന് പാപം ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാൽ പാപം ചെയ്തില്ല, അങ്ങനെ വരുമ്പോൾ അത് വലിയ കാര്യമാണ്. If you say a thief is locked up in a jail and he did not steal anything, ഒരു കള്ളൻ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി ഒന്നും മോഷ്ടിച്ചില്ല എന്ന് പറയുന്നെങ്കിൽ, a man is locked up in jail and he never stole any money during that time. ഒരു മനുഷ്യൻ അവനെ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്, അവൻ ആ സമയത്ത് ഒരു പണവും മോഷ്ടിച്ചിട്ടില്ല. What is so great about that? അതിൽ എന്താണ് വലിയ കാര്യമായിട്ടുള്ളത്? But if he is out in the world and he did not steal anything, that is a good thing. എന്നാൽ അവൻ പുറത്ത് സ്വതന്ത്രനായിട്ട് ലോകത്തിലായിരുന്ന സമയത്ത് അവൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അത് വലിയ കാര്യമാണ്. What I am trying to say is, if it is impossible for you to do something, there is no virtue in saying you never did it. ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം, ഒരു കാര്യം ചെയ്യാൻ അസാധ്യമായിട്ടുള്ള കാര്യം അത്
അവൻ അസാധ്യമായ ചെയ്തില്ല എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമല്ല. Don't you agree with me? നിങ്ങൾക്ക് എന്നോട് അതിനെ യോജിക്കാൻ കഴിയുമോ? There is no virtue in a man who is dumb saying, I never told a lie. ഒരു സംസാരശേഷി ഇല്ലാത്ത ഒരു വ്യക്തി ഞാൻ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വലിയ കാര്യമല്ല. That is what most Christians are saying. Jesus could not sin, so he did not sin. അത് അങ്ങനെയാണ് മിക്ക ക്രിസ്ത്യാനികളും പറയുന്നത് യേശുവിന് പാപം ചെയ്യാൻ കഴിയുമായിരുന്നില്ല, അതുകൊണ്ട് അവൻ പാപം ചെയ്തില്ല. Hebrews 4:15 says he was tempted like us. എബ്രായർ 4:15 പറയുന്നത് അവൻ നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു എന്നാണ്. What does it mean that he was tempted like us? നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? We can sin. നമുക്ക് പാപം ചെയ്യാൻ കഴിയും. You know that. നിങ്ങൾക്കത് അറിയാം. And if he says he was tempted like us, it means he could also sin. നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു എന്നാൽ കർത്താവിനും പാപം ചെയ്യാൻ കഴിയുമായിരുന്നു എന്നാണ്. Otherwise this verse is a lie. അതല്ലെങ്കിൽ ഈ വാക്യം അത് നുണ പറയുകയാണ്. He was tempted exactly like us. അവൻ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു. In all areas. എല്ലാ മേഖലയിലും. But he did not sin. എന്നാൽ പാപം ചെയ്തില്ല. That is like saying he could speak, but he did not tell a lie. അത് ഇങ്ങനെ പറയുന്ന പോലെയാണ്, അവന് സംസാരിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ അവൻ കള്ളം പറഞ്ഞില്ല. Supposing you say this man was totally blind, so he never lusted with his eyes after any woman. ഇങ്ങനെ നിങ്ങൾ പറയുന്നത് ചിന്തിക്കുക, ഈ വ്യക്തി കണ്ണ് കാണാത്തവനായിരുന്നു, അവൻ ഒരിക്കലും സ്ത്രീയെ നോക്കി മോഹിച്ചില്ല എന്ന്. What is so great about that? അതിൽ വലിയ കാര്യം എന്താണ്? Jesus could not sin, so he never sinned. There's nothing great about that. യേശുവിന് പാപം ചെയ്യാൻ കഴിയുമായിരുന്നില്ല, അതുകൊണ്ട് അവൻ പാപം ചെയ്തില്ല. അതിൽ എന്താണ് വലിയ കാര്യം? The entire Christian world has reduced Jesus to that of a wrong picture of Jesus they give. മുഴുവൻ ക്രിസ്തീയ ലോകവും യേശുവിനെ ചെറുതാക്കിയിരിക്കുന്നു, യേശുവിനെ കുറിച്ചുള്ള ഈ തെറ്റായ ചിത്രം നൽകിക്കൊണ്ട്. But how does Jesus tell us in Revelation 3:21? വെളിപ്പാട് 3:21 യേശു നമ്മളോട് എന്താണ് പറയുന്നത്? Read it carefully. ശ്രദ്ധയോടെ വായിക്കുക. Let me read it slowly. ഞാനത് സാവധാനം വായിക്കട്ടെ. Revelation 3:21. വെളിപ്പാട് 3:11, 21. Last part. അവസാന ഭാഗം. I overcame and I am sitting with my Father on his throne. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. Now read the first part. ഇനി ആദ്യത്തെ ഭാഗം വായിക്കുക. He who overcomes, just like I also overcame, will sit with me on my throne. ജയിക്കുന്നവന്, ഞാൻ ജയിച്ചതുപോലെ ജയിക്കുന്നവൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. The most important part is just like I overcame. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ജയിച്ചതുപോലെ എന്നുള്ളതാണ്. Do you believe that Jesus overcame just like we have to overcome? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നാം ജയിക്കേണ്ടതുപോലെ തന്നെ യേശു ജയിച്ചു എന്നുള്ളത്? Or was he one who could never sin, never sin, and so he overcame? അതോ തനിക്ക് ഒരിക്കലും പാപം ചെയ്യാൻ കഴിയുമായിരുന്നില്ല, താൻ അങ്ങനെ ജയിച്ചു എന്ന്? That is like an angel flying across a swimming pool and saying, "Follow me, I'll teach you how to swim." അത് ഒരു മാലാഖ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ മുകളിലൂടെ പറന്നു പോയിട്ട് എന്റെ പുറകെ വരിക, ഞാൻ നിങ്ങളെ നീന്തൽ പഠിപ്പിക്കാമെന്ന് പറയുന്നത് പോലെയാണ്. I cannot follow you because gravity is not pulling you down. ഞാൻ പറയും, എനിക്ക് നിന്നെ പിന്തുടരാൻ കഴിയുകയില്ല, കാരണം ഗുരുത്വാകർഷണം നിന്നെ താഴ്ത്തുന്നില്ല. This is the fundamental reason why many people do not overcome sin. ഇതാണ് പല ആളുകളും പാപത്തെ ജയിക്കാത്തതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. They have not seen the secret of godliness, that Jesus was tempted like us. അവര് യേശു നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടു എന്നുള്ള ആ ദൈവഭക്തിയുടെ മർമ്മം അവർ മനസ്സിലാക്കിയിട്ടില്ല. Then we cannot say he is our elder brother.
അപ്പോൾ അവർക്ക് പറയാൻ കഴിയുകയില്ല അവൻ എന്റെ മൂത്ത സഹോദരൻ എന്നാണ്. Romans 8:29 says, God's plan is that Jesus should be the eldest of all our brothers. റോമർ 8:29 പറയുന്നത് പോലെ ദൈവത്തിന്റെ പദ്ധതി യേശു എല്ലാ സഹോദരന്മാരിലും ആദ്യജാതൻ ആയിരിക്കേണ്ടതെന്ന്. So if you have many children, one is the firstborn. നിങ്ങൾക്ക് പല കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ അതിൽ ഒരാള് ആദ്യജാതനായിട്ടുണ്ടാവും. And here it says Jesus is called the firstborn among many brothers, Romans 8:29. ഇവിടെ പറയുന്നത് റോമർ 8:29 അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആണ് യേശു എന്ന്. And that is connected with John 17:23. അത് യോഹന്നാൻ 17:23 ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. That God loves me just like he loved Jesus. അവിടെ പറയുന്നത് യേശുവിനെ ദൈവം സ്നേഹിച്ചതുപോലെ എന്നെയും സ്നേഹിക്കുന്നുവെന്ന്. John 17:23. യോഹന്നാൻ 17:23. To me, that is the most important verse in the whole Bible. ഇത് മുഴുവൻ ബൈബിളിലുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ്. God loves me just like he loved Jesus. ദൈവം യേശുവിനെ സ്നേഹിച്ചിരുന്നത് പോലെ തന്നെ എന്നെയും സ്നേഹിക്കുന്നു. When I got a revelation on that 50 years ago, അതിനെക്കുറിച്ച് ഒരു വെളിപ്പാട് 50 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ലഭിച്ചപ്പോൾ I wrote a hymn in English called What God Did for Jesus, He Will Do for Me. ഞാൻ ഇംഗ്ലീഷിൽ ഒരു ഗീതം ഇങ്ങനെ എഴുതി, അവിടുന്ന് യേശുവിന് വേണ്ടി ചെയ്തത് എനിക്ക് വേണ്ടിയും ചെയ്യും. When I am tempted, what God did for Jesus, He'll do for me also. ഞാൻ പ്രലോഭിക്കപ്പെടുമ്പോൾ ദൈവം യേശുവിന് വേണ്ടി ചെയ്തത് എനിക്ക് വേണ്ടിയും ചെയ്യും. Do you believe that? നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? I believe that when I stand up to speak, or whenever I speak, God will help me just like He helped Jesus to speak. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ എപ്പോഴെങ്കിലും സംസാരിക്കുവാനായിട്ട് എഴുന്നേൽക്കുമ്പോൾ ദൈവം എന്നെ യേശു പ്രസംഗിക്കുവാൻ എഴുന്നേറ്റപ്പോൾ സഹായിച്ചതുപോലെ എന്നെയും സഹായിക്കുമെന്ന്. What He did for Jesus, He will do for me. യേശുവിന് വേണ്ടി ദൈവം ചെയ്തത് എനിക്ക് വേണ്ടിയും ചെയ്യും. It changed my life. അതെന്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തി. Because I knew He came like me. അവൻ എന്നെ പോലെ വന്നു എന്ന് ഞാൻ അറിഞ്ഞു. Tempted like me. എന്നെ പോലെ പരീക്ഷിക്കപ്പെട്ടു എന്ന്. Overcame. ജയിച്ചു. This is the secret of a godly life. ഇതാണ് ദൈവഭക്തിയുള്ള ജീവിതത്തിന്റെ രഹസ്യം. And that is why he can be my elder brother. അതുകൊണ്ടാണ് തനിക്ക് എന്റെ മൂത്ത സഹോദരനായിരിക്കുവാൻ കഴിയുന്നത്. Otherwise he cannot be my elder brother. അതല്ലെങ്കിൽ യേശുവിന് എന്റെ മൂത്ത സഹോദരനായിരിക്കുവാൻ കഴിയുകയില്ല. Like an angel can never be my elder brother. കാരണം ഒരു ദൂതന്, ഒരു മാലാഖയ്ക്ക് എന്റെ മൂത്ത സഹോദരനായിരിക്കാൻ കഴിയാത്തതുപോലെ. He is not like me. കാരണം അവൻ എന്നെ പോലെ അല്ല. Now let's look at the life of Jesus. നമുക്ക് യേശുവിന്റെ ജീവിതത്തെ നോക്കാം. Once I am convinced that he was like me, എന്നെ പോലെ തന്നെയാണ് യേശു എന്നതിനെ കുറിച്ച് എനിക്ക് ഉറപ്പ് ലഭിച്ചതിന് ശേഷം, then we can believe, then I can follow him. അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയും, കർത്താവിനെ എനിക്ക് പിൻപറ്റുവാൻ കഴിയുമെന്നുള്ളത്. So let me tell you a few areas where we can follow him. യേശുവിനെ പിൻപറ്റുവാൻ കഴിയുന്ന ചില മേഖലകളെ കുറിച്ച് ഞാൻ പറയട്ടെ. Jesus sought the glory of the Father in every single thing that he did. താൻ ചെയ്ത എല്ലാത്തിലും തന്റെ പിതാവിന്റെ മഹത്വം യേശു അന്വേഷിച്ചു. He always said, I seek the Father's glory. യേശു എപ്പോഴും പറയും, ഞാൻ എന്റെ പിതാവിന്റെ മഹത്വം അന്വേഷിക്കുന്നു. In everything. എല്ലാ കാര്യത്തിലും. The Bible says, let everything you do it for the glory of God. ബൈബിൾ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവ മഹത്വത്തിനായി ചെയ്യുവേനെന്ന്. See 1 Corinthians chapter 10. 1 കൊരിന്ത്യർ 10-ാം. It says, even your eating and drinking, whatever you do for the glory of God. നിങ്ങൾ എന്ത് ചെയ്താലും 10:31. 10:31. നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും
എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. And we must consciously say, Lord, I want to do everything in my life for your glory. നിങ്ങൾ ബോധപൂർവ്വമായിട്ട് ഇങ്ങനെ പറയണം, കർത്താവേ, എനിക്ക് എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങയുടെ മഹത്വത്തിനായി ചെയ്യണമെന്ന്. Otherwise, I cannot follow the Lord. അതല്ലെങ്കിൽ എനിക്ക് കർത്താവിനെ പിൻപറ്റുവാൻ കഴിയുകയില്ല. If you do one thing for your own glory, നിങ്ങളുടെ മഹത്വത്തിന് വേണ്ടി നിങ്ങൾ ഒരു കാര്യം എങ്കിലും ചെയ്യുകയാണെങ്കിൽ at that time you're not following Jesus. ആ സമയത്ത് നിങ്ങൾ യേശുവിനെ പിൻപറ്റുകയില്ല. There whether you know it or not, you're following the devil. അവിടെ നിങ്ങൾ അറിഞ്ഞോ ഇല്ലയോ, നിങ്ങൾ പിശാചിനെയാണ് പിൻപറ്റുന്നത്. If you preach to get honor for yourself, you are following Satan. നിങ്ങൾക്ക് മാനം ലഭിക്കുവാൻ വേണ്ടി പ്രസംഗിക്കുന്നുവെങ്കിൽ നിങ്ങൾ പിശാചിനെയാണ് പിൻപറ്റുന്നത്. Have you heard such a truth spoken anywhere? അങ്ങനെയുള്ള ഒരു സത്യം എവിടെയെങ്കിലും പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Then let me tell you another thing. ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. Ephesians 5:25. എഫേസ്യർ 5:25. Christ loved the church so much that he gave himself completely for it. ക്രിസ്തു Ephesians 5:25. Christ loved the church and gave himself completely up for it. എഫേസ്യർ 5:25. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, ക്രിസ്തു പൂർണ്ണമായിട്ടും തന്നെ നൽകിക്കൊണ്ട് സഭയെ സ്നേഹിച്ചതുപോലെ. So, if you want to lead a church as an elder brother, നിങ്ങൾക്ക് ഒരു മൂപ്പൻ എന്ന നിലയിൽ സഭയെ നയിക്കണമെങ്കിൽ there's only one way to do it. അത് ചെയ്യാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. You got to love the church so much that you give yourself completely everything for it. നിങ്ങൾ സഭയെ അതിന് എല്ലാം അതിനുവേണ്ടി നൽകുവാൻ തക്കവണ്ണം സ്നേഹിക്കണം. Thirdly, മൂന്നാമതായി, Jesus identified himself with our sorrows and our trials. യേശു നമ്മുടെ ദുഃഖങ്ങളോടും നമ്മുടെ കഷ്ടതകളോടും കൂടെ താൻ അക്കാര്യത്തിൽ യേശുവും പങ്കുള്ളവനായി തീർന്നു. This is what we were thinking about all this time. He was tempted like us. He entered into our temptations. ഇതായിരുന്നു നാം ഇത്രയും നേരം ചിന്തിച്ചുകൊണ്ടിരുന്നത്. താൻ നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടു എല്ലാ കാര്യത്തിലും. And he became an example for us. See how I overcame. ഞാൻ എങ്ങനെ ജയിച്ചു എന്നുള്ളത് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നമുക്കൊരു മാതൃകയായി തീർന്നു. And if we want to lead the people, we must say, Lord, help me to be an example that I also can be tempted and overcome, so I can be an example to them. ആളുകളെ നയിക്കണം എങ്കിൽ നാം ഇങ്ങനെ പറയണം, കർത്താവേ, അങ്ങ് പരീക്ഷിക്കപ്പെട്ട് ജയിച്ചതുപോലെ എനിക്കും പരീക്ഷിക്കപ്പെട്ട് ജയിക്കണം അവരെ നയിക്കേണ്ടതിന്. Then the fourthly, നാലാമത്തെ കാര്യം, Jesus always carried his disciples on his heart. യേശു തന്റെ ശിഷ്യന്മാരെ എപ്പോഴും തന്റെ ഹൃദയത്തിൽ വഹിച്ചിരുന്നു. He was a servant to his disciples. തന്റെ ശിഷ്യന്മാർക്ക് താൻ ഒരു ദാസനായിരുന്നു. He was willing to wash their feet. അവൻ അവരുടെ പാദങ്ങൾ കഴുകുവാൻ മനസ്സുള്ളവനായിരുന്നു. He never desired anything from his disciples. He only wanted to give to them. അവരിൽ നിന്നും ഒന്നും താൻ പ്രതീക്ഷിച്ചില്ല, അവർക്ക് നൽകുവാനാണ് ആഗ്രഹിച്ചിരുന്നത്. If you really want to serve God's people, you must expect nothing from them. നിങ്ങൾ ദൈവത്തിന്റെ മനുഷ്യരെ സേവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത്. In all these 50 years of CFC, that is how we have served the Lord. 50 വർഷമായിട്ട് CFCയിൽ this is how we have served the Lord. ഇങ്ങനെയാണ് നാം ദൈവത്തെ സേവിച്ചത്. We expect zero, nothing from other people for ourselves. നാം നമുക്ക് വേണ്ടി മറ്റുള്ളവരിൽ നിന്നും 0 ആണ് ആഗ്രഹിക്കുന്നത്. I don't want any money from anybody. I don't want any help from anyone. മറ്റുള്ളവരിൽ നിന്നും ഒരു പണമോ മറ്റ് സഹായങ്ങളോ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. If they come and help me, I'm happy. അവർ വന്നെന്നെ സഹായിക്കുന്നെങ്കിൽ എനിക്ക് സന്തോഷം. I don't expect it and I don't want it.
എന്നാൽ അത് പ്രതീക്ഷിക്കുന്നില്ല, അത് ഞാൻ ആവശ്യപ്പെടുന്നില്ല. I am dependent 100% on God, my Father. ഞാൻ 100% എന്റെ പിതാവായ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. That is how you must lead your people in your church. അങ്ങനെയായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ സഭയിലെ ആളുകളെ നയിക്കേണ്ടത്. Lord, I am dependent only on you. കർത്താവെ, ഞാൻ അങ്ങയിൽ മാത്രമാണ് ആശ്രയിക്കുന്നത്. And you carry those people in your church on your heart all the time. നിങ്ങളുടെ സഭയിലുള്ള ആളുകളെ നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും വഹിക്കണം. Then God will give you a word for them. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു വചനം നിങ്ങൾക്ക് ദൈവം നൽകും. Then number 5. അഞ്ചാമത്തെ കാര്യം, Jesus did not preach what he did not practice. യേശു താൻ പ്രവർത്തിക്കാത്തത് തന്നെ പ്രസംഗിച്ചിരുന്നില്ല. Acts 1:1 it says he did and then he taught. അപ്പോസ്തല പ്രവൃത്തി 1:1 യേശു ചെയ്തതിന് ശേഷം സംസാരിച്ചു. We must never speak what we have not done. നാം ചെയ്യാത്തത് നാം ഒരിക്കലും സംസാരിക്കരുത്, പ്രസംഗിക്കരുത്. We can only teach what we have done. നാം ചെയ്തതിനെ കുറിച്ച് മാത്രമേ നമുക്ക് പഠിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. Then number 6. ആറാമത്തെ കാര്യം, Jesus wanted to work with his disciples and never try to do everything all by himself. യേശു തന്റെ ശിഷ്യന്മാരോട് ചേർന്ന് ആണ് കാര്യങ്ങൾ ചെയ്തത്, താൻ തനിയെ ചെയ്യുകയായിരുന്നില്ല. Don't try to do everything yourself. എല്ലാ കാര്യങ്ങളും നിങ്ങൾ തനിയെ ചെയ്യുവാനായിട്ട് ശ്രമിക്കരുത്. Seek to do it with the others. മറ്റുള്ളവരുമായി ചേർന്ന് ചെയ്യുവാനായിട്ട് അന്വേഷിക്കുക. See, Jesus could have made those water pots in Cana filled with wine with nothing inside it. യേശുവിന് ആ കാനായിലുള്ള ആ പാത്രങ്ങളിൽ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ അത് വീഞ്ഞുകൊണ്ട് നിറയ്ക്കുവാൻ കഴിയുമായിരുന്നു. But he told the servants, you please fill the water. അവിടെയുള്ള വേലക്കാരോട് യേശു പറഞ്ഞത്, നിങ്ങൾ അത് വെള്ളം കൊണ്ട് നിറയ്ക്കുക. Then he turned it to wine. അതിനുശേഷം യേശു അതിനെ വീഞ്ഞാക്കി തീർത്തു. And he said, you take it and give it to people. അതിന് ശേഷം യേശു പറഞ്ഞു, അത് എടുത്ത് ആളുകൾക്ക് കൊടുക്കുക. Couldn't Jesus have filled those empty water pots with wine automatically? യേശുവിന് ആ ഒഴിഞ്ഞിരിക്കുന്ന വെള്ളപാത്രങ്ങളെ വീഞ്ഞുകൊണ്ട് നിറയ്ക്കാൻ കഴിയുമായിരുന്നില്ലേ? Yes. തീർച്ചയായും. He was teaching us in his first miracle, I want to work with others. ആദ്യത്തെ ആ അത്ഭുതത്തിൽ യേശു നമ്മെ പഠിപ്പിക്കുന്നത്, എനിക്ക് മറ്റുമായി ചേർന്ന് പ്രവർത്തിക്കണം എന്നാണ്. And he hid himself and let the other people carry the wine to the people in the feast. യേശു മറഞ്ഞിരുന്നിട്ട് ആ വിരുന്ന് സ്ഥലത്തേക്ക് വീഞ്ഞ് കൊണ്ടുപോയി നൽകുവാനായിട്ട് മറ്റുള്ളവരെ ആണ് ചെയ്തത്. So who's getting the honor when one servant takes some wine to somebody? ഒരു വേലക്കാരൻ വീഞ്ഞ് കൊണ്ടുപോയി പകർന്നു കൊടുക്കുമ്പോൾ ആർക്കാണ് അതിന്റെ ബഹുമാനം ലഭിക്കുന്നത്? The people are saying thank you to the servant. ആളുകൾ ആ വേലക്കാരനാണ് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നത്. But Jesus is hidden somewhere. He doesn't manifest himself there. യേശു അവിടെ എവിടെയോ മറിഞ്ഞിരിക്കുകയാണ്, തന്നെ അവിടെ വെളിപ്പെടുത്തിയില്ല. Whenever you preach and there's a mighty anointing in what you say, നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഒരു വലിയ അഭിഷേകം നിങ്ങൾ പറയുന്നതിലുണ്ടെങ്കിൽ, Jesus hides himself. യേശു തന്നെ താൻ മറയ്ക്കുന്നു. But don't ever take the glory to yourself. നിങ്ങൾ ഒരിക്കലും ആ മഹത്വം നിങ്ങൾക്ക് എടുക്കരുത്. In the same way, you must be willing to let other people work with you. ഇതേപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ നിങ്ങൾ അനുവദിക്കണം. You must make them feel they are also important parts in the body of Christ, not just you as the elder. അവരും ക്രിസ്തുവിന്റെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവമാണെന്ന് അവർ തോന്നുന്ന രീതിയിൽ പെരുമാറണം. നിങ്ങൾ മൂപ്പൻ എന്ന നിലയിൽ നിങ്ങൾ മാത്രമല്ല പ്രധാനപ്പെട്ടത്. When you work with your children, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോടൊത്ത് ജോലി ചെയ്യുമ്പോഴാണെങ്കിൽ, supposing your child's bicycle is bad and you want to fix the chain of the bicycle that's come off. നിങ്ങളുടെ കുഞ്ഞിന്റെ സൈക്കിള് അതിന്റെ ചെയിൻ അത് പുറത്തു വന്നു, അത് ശരിയാക്കണം. If you are a wise father, നിങ്ങൾ വിവേകമുള്ള ഒരു പിതാവാണെങ്കിൽ, you call your son and say, you hold one end of the chain, I'll hold the other, and we'll put it on together. നിന്റെ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പറയും,
നീ ആ ചെയിന്റെ ഒരറ്റത്ത് പിടിക്കുക, ഞാൻ മറ്റേ അറ്റത്ത് പിടിക്കുക, നമുക്ക് ഒരുമിച്ച് അത് ശരിയാക്കാം. If you're a foolish father, you'll say, you wait there, I'll fix it myself, and then you come and ride it. നിങ്ങൾ മടയനായിട്ടുള്ള ഒരു പിതാവാണെങ്കിൽ നിങ്ങൾ പറയും, നീ അവിടെ മാറി നിൽക്ക്, ഞാൻ അത് ശരിയാക്കിയിട്ട് നിനക്ക് തരാം, നീ വന്ന് ഓടിച്ചാൽ മതിയെന്ന്. Supposing a small child is building some house with tiny toy blocks. ഇങ്ങനെ ചിന്തിക്കുക, ഒരു ചെറിയ കുഞ്ഞ് ഒരു ബ്ലോക്കുകൾ വെച്ച് വീട് പണിയുകയാണ്. You don't, a foolish father will say, you wait, I'll build it all and show it to you. ഒരു മടയനായിട്ടുള്ള പിതാവ് പറയും, നീ മാറി നിൽക്ക്, ഞാനത് പണിത് നിന്നെ കാണിച്ചു തരാമെന്ന്. A wise father will say, come, even to that 4-year-old boy, say, come sit with me, you take one block, I'll take one, like that we'll build it. ഒരു വിവേകമുള്ള പിതാവ് പറയും, 4 വയസ്സുള്ള കുഞ്ഞാണെങ്കിലും വന്ന് ഇവിടെ ഇരിക്കുക, നമുക്ക് ഒരുമിച്ച്, നീ ഒരു കട്ട എടുത്തു വെക്ക്, ഞാൻ അടുത്തത് എടുത്തു വെച്ച്, അങ്ങനെ നമുക്ക് ചേർന്ന് പണിയാമെന്ന്. That is how a wise elder will build the church. അങ്ങനെയാണ് വിവേകമുള്ള ഒരു മൂപ്പൻ സഭയെ പണിയുന്നത്. Not giving the impression that I can do it all myself. എനിക്ക് എല്ലാം തനിയെ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു അങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയല്ല. And seventhly, ഏഴാമതായിട്ട്, Jesus always sought his Father's face in prayer. യേശു എപ്പോഴും പ്രാർത്ഥനയിൽ തന്റെ പിതാവിന്റെ മുഖം അന്വേഷിച്ചു. Even though he was mightily anointed, he was praying and praying and praying and praying. താൻ വളരെ ശക്തിയോടെ അഭിഷേകം പ്രാപിച്ചവനായെങ്കിലും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Is that true in our life? അത് നമ്മുടെ ജീവിതത്തിൽ സത്യമാണോ? Only a person who realizes his utter helplessness will pray. തന്റെ വലിയ നിസ്സഹായത മനസ്സിലാക്കുന്ന ഒരു വ്യക്തി മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. And that is the secret of an anointed man. He knows how to be dependent on the Lord all the time, even if God has used him for 100 years. അതാണ് ദൈവഭക്തനായിട്ടുള്ള ഒരു വ്യക്തിയുടെ രഹസ്യം. അവൻ എല്ലാ കാര്യത്തിലും തന്നെ ദൈവം 100 വർഷമായിട്ട് ദൈവം ഉപയോഗിച്ചതെങ്കിലും പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇരിക്കും. You say, Lord, I'm as dependent on you today as I was when I began my ministry many years ago. ഇങ്ങനെ പറയും, കർത്താവേ, ഞാൻ എന്റെ ശുശ്രൂഷ തുടങ്ങിയ കാലത്ത് എനിക്കുണ്ടായിരുന്ന അതേ രീതിയിൽ അങ്ങയിൽ ഞാൻ ഇപ്പോഴും ആശ്രയിക്കണം. Thank you for listening. എന്നെ കേട്ടതിന് നന്ദി. Brother Joji permitted me to go over my time. That's why I took more than the time. ബ്രദർ ജോജി എന്നെ കൂടുതൽ സമയം പറയാനായിട്ട് എനിക്ക് അനുവാദം നൽകിയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സമയം എടുത്തത്. I pray that the Holy Spirit will make clear to you what I could not make clear. ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് നിങ്ങൾക്ക് വ്യക്തമാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വ്യക്തമാക്കി തരുമെന്ന്. I've learned one thing. ഞാൻ ഒരു കാര്യം പഠിച്ചു. That it is in weakness that God's strength is manifested. ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നതെന്ന്. I'm not a perfect speaker. ഞാൻ പൂർണ്ണതയുള്ള ഒരു പ്രസംഗകനല്ല. I always want to know my weakness. ഞാൻ എപ്പോഴും എന്റെ ബലഹീനത മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നു. However, I've been preaching for 60 years, but I still feel weak. ഞാൻ 60 വർഷമായിട്ട് പ്രസംഗിക്കുകയാണ്, എന്നാൽ ഇപ്പോഴും ഞാൻ എന്റെ ബലഹീനത എനിക്ക് മനസ്സിലാവുന്നു. The day I think I'm capable, that will be the end of the anointing. എനിക്ക് തന്നെ ശക്തിയുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്ന ആ സമയത്ത് അതാണ് അഭിഷേകത്തിന്റെ അവസാനം. So it is in our weakness that God manifests his power. നമ്മുടെ ബലഹീനതയിലാണ് ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തുന്നത്. Remember that. Don't try to show yourself as a very strong, powerful person. Let people see you're a weak person. നിങ്ങൾ വളരെ ശക്തിയുള്ള സ്വാധീനമുള്ള വ്യക്തിയാണെന്ന് മറ്റുള്ളവരെ കാണിക്കുവാൻ ആഗ്രഹിക്കരുത്. നിങ്ങൾ ബലഹീനനാണെന്ന് ആളുകൾ കാണട്ടെ. Thank you, brothers, for listening patiently. ക്ഷമയോടെ ശ്രദ്ധിച്ചതിന് നന്ദി സഹോദരന്മാരെ. And thank you, Jinesh, for translating. Thank you, brother. You did a very good job. Praise the Lord. We are weak in everything and God helps us.
യെസ് താങ്ക് യു. ദൈവം, നാം എല്ലാത്തിലും ബലഹീനരാണ്, ദൈവം നമ്മെ സഹായിക്കുന്നു. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, സ്വർഗീയ പിതാവേ, help us to be gripped by the truths that were spoken today. ഞങ്ങൾ ഇന്ന് സംസാരിച്ച ഈ സത്യങ്ങളാൽ പിടിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. And that it will change our life. അത് ഞങ്ങളുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തണം. That will help us to see, to look unto Jesus more clearly and run the race. ഞങ്ങൾ കർത്താവിനെ വളരെ കൂടുതൽ ശ്രദ്ധിച്ച് ഞങ്ങളുടെ ഓട്ടം ഓടുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണം. Because you are our forerunner. കാരണം അങ്ങ് ഞങ്ങളുടെ മുന്നോടിയാണ്. And we are commanded to look unto you all the time and run the race. അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത് എപ്പോഴും അങ്ങേ നോക്കി ഓടുവാൻ വേണ്ടിയാണ്, ഈ ഓട്ടം ഓടുവാനാണ്. Especially as elders. പ്രത്യേകിച്ച് മൂപ്പന്മാരെന്ന നിലയിൽ Help these dear brothers who are seeking to sacrifice and serve your people. ഈ തങ്ങളെ തന്നെ ത്യജിച്ചുകൊണ്ട് ആളുകളെ സേവിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഈ മൂപ്പന്മാരെ, ഈ സഹോദരന്മാരെ സഹായിക്കണമേ. Thank you for hearing us. ഞങ്ങൾ കേട്ടതിന് നന്ദി കർത്താവേ. Pray in the name of our Lord Jesus. നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. Amen. ആമേൻ.